ബറോസ്, ലാലേട്ടൻ്റെ പുതിയ പടം ബറോസ് വരുന്നു, എവിടെ നോക്കിയാലും ബറോസ് മാത്രം. അപ്പോൾ പിന്നെ ഞാൻ നോക്കി എന്നാൽ ഇത് തന്നെ എടുത്താക്കാം. അങ്ങനെ ഒരു വാച്ച് വാങ്ങിച്ചു. ഡെയിലി ഈ ബറോസിൻ്റെ സംഭവം കൊണ്ടുവരിക എന്നുള്ളതാണ് പ്ലാൻ. അങ്ങനെ വന്നിട്ടാണ് ആ ഒരു വാച്ച് ഉണ്ടാകുന്നത്. ലാലേട്ടന് വേണ്ടിയിട്ട് ബറോസ് എന്നുള്ള സംഭവം വെച്ചിട്ടൊരു വാച്ച്. അപ്പോൾ എനിക്ക് ഒരിക്കൽ നമ്മുടെ ആൻ്റണി ചേട്ടൻ നമ്പർ അപ്പം തന്നെ വിളിച്ചു. ഞാൻ അവിടെ ഒരാളുടെ നമ്പർ തരാം, അയാളൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് നടന്ന എല്ലാ സ്വപ്നങ്ങളാണ്. ഹലോ വെൻകാനായി കോളി എന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഇത് നേരെ വിളിക്കുന്നു. പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ജിനീഷ്, ഹൗ ആർ യു? ചെന്നാഗിരിയാ, എപ്പിടി ഇരിക്കും? നല്ല ഇരിക്കുங்களா? സുഖമാണോ? 4 ഭാഷയിൽ ഒരേ കാര്യം ചോദിച്ച ഏക വ്യക്തി ലാലേട്ടനാണ്. ഞങ്ങളുടെ ബോസിൻ്റെ കുറച്ച് വാച്ചുകളൊക്കെ ഒന്ന് ശരിയാക്കണം. നിങ്ങളൊന്ന് വന്നിട്ട് സാറിനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഒന്ന് ഈ വാച്ച് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു ഓഫീസ്, അവിടെ സാർ ഇരിക്കുന്നു. അതാരാന്നറിയുമോ? സാക്ഷാൽ പ്രകാശ് വർമ്മ. അദ്ദേഹമാണ് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ. ടൈം ആൻഡ് വീട് ആദ്യത്തെ കസ്റ്റമറാണ് പുള്ളി. ഈ രാകേഷ് ശർമ്മയുടെ വാച്ച് തേടിയെത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒരു കസ്റ്റമർ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്തൊരു ഒരു ഹിസ്റ്റോറിക്കൽ വാച്ച് ഉണ്ട്, നിങ്ങൾക്ക് അത് റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം, പക്ഷെ എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിങ്ങനെ ട്രൈ ചെയ്ത് അവസാനം വർക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പുള്ളിക്ക് അയച്ചിട്ട് സാർ ഇത് റെഡിയാകും. അപ്പോൾ പുള്ളിക്ക് ഡു യു നോ ഹൂസ് വാച്ച് ഇറ്റ് ഈസ്? സാക്ഷാൽ രാകേഷ് ശർമ്മയുടെ വാച്ചാണ്. ഞാൻ ഞെട്ടിയൊന്നുമില്ല, കാരണം രാകേഷ് ശർമ്മ ആരാന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ചേട്ടൻ്റെ ആവശ്യമില്ല. ഒരു റോളക്സ് വാച്ച് മേടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കൊച്ചിയിലോ മറ്റെവിടെയെങ്കിലും ഷോറൂമിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാച്ച് മേടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കും. ഇപ്പോൾ നമ്മൾ ഫുൾ പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മളൊരു 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. അത്രയ്ക്ക് ഡിമാൻഡാണ്. ആ വാച്ച് അന്നേരം വരുള്ളൂ. അന്നേരം വരുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം, ഒരു 3 വർഷം കഴിയുമ്പോൾ കാണാമെന്ന്. ആ റോളക്സ് ഷോറൂമിൽ പോയിട്ട് ഒരു വാച്ച് പൈസ കൊടുത്ത് മേടിക്കാം എന്ന് ഇപ്പം നമ്മൾ വിചാരിച്ചു. ലോട്ടറി അടിച്ച് കിട്ടിയിട്ടൊന്നും അത് മേടിക്കാൻ നടക്കില്ല. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അതിഥി തന്നെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ. ആഡംബര വാച്ചുകളുടെ ഡോക്ടർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് പലരും. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോയ നമ്മുടെ രാകേഷ് ശർമ്മ സാറ് കയ്യിൽ കെട്ടിയിരുന്നൊരു വാച്ച്. ആ വാച്ച് കാലക്രമേണ അത് റിപ്പയർ ആവുകയും കംപ്ലൈൻ്റ് ആവുകയും അത് ശരിയാക്കാൻ വേണ്ടി ഇന്ത്യയിൽ പല സ്ഥലത്ത് പോയിട്ടും അവസാനം വന്നെത്തിയത് നമ്മുടെ ഈ മലയാളി ഈ ആഡംബര വാച്ചിന്റെ ഡോക്ടറിന്റെ അടുത്താണ്. നമ്മുടെ സ്വന്തം ജിലേഷ് ജോസഫാണ്. നമസ്കാരം. നമസ്കാരം. ഇനിയും കുറെ വിശേഷിപ്പിക്കാനുണ്ട്. ബാക്കി ഇതിൽ കൂടി ഇന്റർവ്യൂ കൂടി കേൾക്കട്ടെ എല്ലാവരും. ഡോക്ടറേറ്റ് ഇല്ലാത്ത ഡോക്ടറാണ്. ഈ മേഖലയിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് ആദ്യം പറയാമോ? ആ മേഖലയുടെ ഇറങ്ങാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഠനമൊക്കെ കഴിയുന്ന ഒരു അവസ്ഥ. അതായത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു 10-20-25 വർഷം ബാക്കോട്ടാണ്. ഓക്കെ. അപ്പം അങ്ങനെ അന്ന് ഈ 2 ബുക്കെല്ലാം കീശ വെച്ചിട്ട് അല്ല ഇവിടെ കഷത്തിൽ വെച്ചിട്ട് പോകാന്നൊക്കെ ഉള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം, കോളേജിൽ പോകുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് എനിക്ക് എൻ്റെ അമ്മാവനുണ്ട്, MT തങ്കച്ചൻ നമ്മളുടെ പേര്. പുള്ളിക്ക് ഒരു കടയുണ്ട് അവിടെ പാണത്തൂര്. പുള്ളി വാച്ച് റിപ്പയറിങ്ങിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പം ഞാൻ ഈ അമ്മ വീട്ടിൽ പോകുമ്പം എപ്പോഴും അമ്മ വീട്ടിൽ പോകുമ്പോഴെല്ലാം ഇങ്ങനെ ഒരു ഐ ഗ്ലാസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് ഭയങ്കര പരിപാടി അത് നമുക്ക് കാണാൻ പറ്റും. എല്ലാം എപ്പോൾ ചെന്നാലും പുള്ളി അതാണല്ലോ, പുള്ളിയുടെ ജോലി അതാണല്ലോ. അപ്പോൾ അന്ന് തൊട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇതൊന്ന് പഠിക്കണം കാണണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം. അപ്പം അങ്ങനെ അടുത്ത പരിപാടി എന്തെന്ന് നോക്കിയിരിക്കുന്ന സമയത്താണ് അമ്മാവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പഠിക്കാനൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ ഈ പണികളും പഠിപ്പിച്ചു. അതെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് അമ്മാവൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അതാണ് എൻ്റെ ഒരു ബേസിക് സംഭവം. ഈ വിളിച്ചത് എന്ത് പഠിക്കുമ്പോഴായിരുന്നു? അതായത് നമ്മൾ PG എല്ലാം ഒരു സമയത്ത് ഇനി എന്ത് ആലോചിക്കുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകുമ്പോഴേക്കാണ് അമ്മാവൻ ഇങ്ങനെ വിളിച്ചത്. അങ്ങനെ അവിടെ ചെന്നു ചെറിയ കാര്യങ്ങളൊക്കെ പുള്ളി പഠിപ്പിച്ചു. അപ്പം അങ്ങനെ പെട്ടെന്ന് എനിക്ക് വീട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നപ്പം എൻ്റെ പപ്പ അവിടുത്തെ ഒരു ചെറിയൊരു കട, നമ്മുടെ ആലക്കോട് എന്ന് പറയും, ഞാൻ കണ്ണൂരുകാരനാണ്. അപ്പോൾ ആലക്കോടിൽ ചെറിയൊരു കടയിൽ ഒരു വിക്ടറി വാച്ച് വർക്ക്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ ജോലിയൊക്കെ ആക്കിയിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഇത് എനിക്ക് അറിയില്ലല്ലോ. പിറ്റേ ദിവസം പുള്ളി പറഞ്ഞു, നിനക്കൊരു ജോലിയൊക്കെ ആക്കി നമുക്ക് പോകാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ, അപ്പോൾ അവിടെ ഒരു ടോമി ചേട്ടനുണ്ട്. ഈ ടോമി ചേട്ടനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനെന്തോ വലിയ പഠിച്ചെല്ലാം സെറ്റാക്കിയിട്ട് വന്ന ഒരാളെന്ന് കണ്ടാ പറഞ്ഞു വെച്ചിരിക്കുന്നേ. പുള്ളിയോട് ചോദിച്ചു, നീ റാഡോ ഒക്കെ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ എനിക്കെല്ലാം അറിയാം, തരുവാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പൊ തന്നെ അങ്ങേർക്ക് എന്നെ പറ്റി നല്ലൊരു ഐഡിയ, ഇവനൊന്നും അറിയില്ല പക്ഷെ എല്ലാം അറിയാവുന്ന അവിടെ വന്നു പെട്ടിരിക്കുന്നേ. അങ്ങനെ അവിടെ കുറച്ച് നാള് നമ്മള് നിന്നു. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ ഇപ്പൊ ഈ റാഡോയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ ഈ വലിയ പ്രമാണിമാരാണ് അന്നൊക്കെ റാഡോ കിട്ടുന്നത്. മറ്റേ ഒരു ഓവൽ ഷേപ്പുള്ള റാഡോ ഉണ്ട്, ഫുൾ ഗോൾഡ്. അപ്പോൾ അവിടുത്തെ ഒരാൾ ആ ഒരു റാഡോ വാച്ച് പുള്ളി എടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ പുള്ളി അത് രാവിലെ തൊട്ടേ അതിൻ്റെ പണിയാണ്, ഫുള്ള് പണിയൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി. അവസാനം ഇപ്പം വേറൊരാളും ഉണ്ട്, നമ്മൾ ഞങ്ങൾ രണ്ടും അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത്. പുള്ളി നടുക്കത്താണ് ഈ ഹോട്ട് സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. സീറ്റ് എന്ന് വെച്ചാൽ ഏതോ ലോറിയുടെ പഴയ ലോറിയുടെ ആ സീറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിന് മേലെ ഒരു തുണിയൊക്കെ ഇട്ടിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. കംഫർട്ടബിൾ സീറ്റാണ്. അവിടെ ഇരുന്നിട്ടാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഇൻകാ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ചെറിയ വളരെ മൈന്യൂട്ട് സാധനം, ഒരു ജുവലാണത്. ആ ജൂല് ഫിക്സ് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ കൈ ഇങ്ങനെ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട്. ഈ ഒരു പരിപാടിക്ക് ചെറിയ വിറയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകും. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്കിത് ഫിറ്റ് ചെയ്യാൻ അറിയാമോ? ഞാൻ പറഞ്ഞു പിന്നെ ഞാനിത് ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണ് ഇവിടെ, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പം ശരി, അപ്പൊ ഇതൊന്ന് ഫിക്സ് ചെയ്ത് ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം. പുള്ളി പോയി. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ആ ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലത്തെ പഴയ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ടാവും, അവിടെ ഒരു ചെറിയ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലൈറ്റ് ഉണ്ടാവും, പിന്നെ ഇവിടെ എല്ലാം പല പല സാധനങ്ങൾ, ഈ വാച്ചിന്റെ പല വേസ്റ്റുകളൊക്കെ ആയി. അപ്പം ഒരു വാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അങ്ങ് മാറ്റും. അപ്പൊ ആ പൊടിയും കാര്യങ്ങളെല്ലാം ഇങ്ങ് മാറും. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സാധനം ശരിയല്ല പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഐ ഗ്ലാസ് ഒക്കെ വെച്ച് പുള്ളി ഇരിക്കുന്ന പോലെയൊക്കെ, കാരണം ഇവരെ ഗുരു ആണല്ലോ എപ്പോഴും നമ്മളുടെ ഒരു സംഭവം. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലൊക്കെ ചെയ്ത് ഈ സാധനം ഒരു ട്യൂസർ എന്ന് പറയും ചെറിയൊരു, അത് വെച്ചിട്ട് ഇതിങ്ങനെ എടുത്ത് ഓർമ്മയുള്ളൂ, ഇത് എവിടെയോ തെറിച്ചു പോയി. ഈ ചെറിയൊരു സാധനം എവിടെയോ തെറിച്ചു പോയി. തിരിച്ചു പോയത് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. കാരണം ഈ ഒരു സാധനത്തോട്ട് വീണ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഈ വേസ്റ്റുകൾ ഇത് കിട്ടത്തുമില്ല. ഇതൊരു സാധാരണ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറോ ഇങ്ങനത്തെ ചെറിയ സ്ക്രൂ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് വെച്ചിട്ട് പിടിക്കും. പക്ഷേ ഇതൊരു ജുവലല്ല, അതിനകത്ത് മാഗ്നറ്റിൽ നമുക്കിത് ഇതാവത്തില്ല. അങ്ങനെ ആകെ ടെൻഷനായി, എവിടെ തപ്പേണ്ടത് അവിടെ മൊത്തം തപ്പി കിട്ടിയില്ല. കുറച്ച് കഴിയുമ്പോൾ പുള്ളി പോയിട്ട് തിരിച്ചു വന്നു. എന്താ ഫിറ്റ് ചെയ്ത് തോന്നി. ഞാൻ ടൂഞ്ചേട്ടാ എടുത്തപ്പോൾ ഇത് എവിടെയോ തെറിച്ചു പോയി. പിന്നെയുള്ള അവസ്ഥകളൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെ മൊത്തം പോയി. അത് ഒരാളുടെ അവിടുത്തെ വലിയൊരു പ്രമാണിയുടെ വാച്ച് പുള്ളിക്കാതെ എന്തോ കമ്മിറ്റ് ചെയ്താണ് നാളെ കണ്ട് തരാമെന്ന് പറഞ്ഞു. എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി. ഞാൻ എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് എന്താണെന്നെടുത്തത്. ഞാൻ ഇതെനിക്ക് ചെറിയ സംഭവം ഇങ്ങോട്ട് ചെയ്തു, പക്ഷെ അത് നമ്മളൊരു പണി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അത് പറ്റിപ്പോയി. ഇതും പറഞ്ഞ് കുറേ സമയം എന്നെ ഇതൊക്കെ പറഞ്ഞ് തീറി എന്നൊക്കെ പറഞ്ഞാൽ അമ്മ. അപ്പൊ ഞാൻ വിചാരിച്ചു പണി പോയി എന്തായാലും, ഇപ്പൊ ടെൻഷൻ ഈ മേഖല ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്തായാലും അവസാനത്തെ ചായ കുടിയാണ്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാക്കിയിട്ട് അപ്പോൾ ചെറിയൊരു വാഷ് ബേസിനും ഒരു മിററും ഉണ്ട് നമ്മുടെ ആ സൈഡിൽ. നമ്മൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് സെറ്റാക്കിയിട്ട് പോകാൻ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തോ ഇവിടെ തിളകുന്നു. ഇവിടെ നോക്കുമ്പോൾ ഈ തെറിച്ച സാധനം ഇവിടെ ഇരിക്കും. ഞാൻ അവനോട് പറഞ്ഞേ ട്യൂബ്സ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ സാധനം ഇവിടെ നിന്ന് എടുത്ത് പിന്നെ ചായയുടെയൊക്കെ ക്യാൻസൽ ചെയ്ത് ഈ സാധനം ഫിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത തെറി പറയാൻ വേണ്ടി വരുന്നുണ്ട്. അവളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു ടോം ചേട്ടാ ഈ സാധനം കിട്ടി, അതെവിടെയായിരുന്നു? ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് എടുത്ത് ഫിറ്റ് ചെയ്തു. അതാണ് ഫസ്റ്റ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഒരു രസം അറിയാമോ, അങ്ങനെ തെറി വിളിക്കുമ്പോൾ ഒരു തെറിങ്കിലും മുഖത്ത് നോക്കി വിളിച്ചിരുന്നെങ്കിൽ പുള്ളിക്കത് കാണാൻ പറ്റുന്നേ. ഇത് മുഖത്തോട്ടൊന്നും നോക്കാണ്ട് വിളിച്ചിരുന്നേ. പിന്നീട് ഞാൻ അടുത്തൊരു സോണിക് എന്ന് പറഞ്ഞിട്ടൊരു വാച്ച് കമ്പനി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സംഭവം, ഒരു ഷൈജു എന്ന് പറഞ്ഞ ഒരാളെ നമ്മളെ കണക്ട് ചെയ്ത് അങ്ങനെ അവിടെ ഒരു 3-4 വർഷം ഉണ്ടായിരുന്നു. അത് അസംബ്ലിങ് മാത്രമാണ് സോണിക് വാച്ച്. അപ്പോൾ അതിൻ്റെ അസംബ്ലിങ് കഴിഞ്ഞിട്ടാണ് എനിക്ക് സിറ്റിസണിൽ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് അങ്ങനെ ഞാൻ സിറ്റിസണിൽ, അതായത് ചെന്നൈ സിറ്റിസണിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് സിറ്റിസൺ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ടെക്നീഷ്യനെ ഹെഡ് ഓഫീസിലേക്ക് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ ഒരു ഇൻ്റർവ്യൂവിനെല്ലാം പോയി. അതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിന് പോയി, അതിൽ നമ്മൾ പരാജയപ്പെട്ട് തിരിച്ചു പോയി. അത് വേറെ കേസ്. അത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ റെസ്യൂം കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ചുമ്മാ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ഒരു ജപ്പാനീസ് ഒരു ജപ്പാൻകാരനായിരുന്നു അതിൻ്റെ MD. അപ്പം അയാൾ വേറിച്ച് റെസ്യൂം എന്ന് ചോദിച്ചു. എനിക്ക് ഇംഗ്ലീഷ് വല്ലതും അറിയാമോ, നമുക്ക് എന്തൊക്കെയോ പറഞ്ഞു, അതോടെ അവനെ പുറത്താക്കി. പക്ഷെ വീണ്ടും ആ കമ്പനിയിൽ നമ്മൾ തിരിച്ച് കയറി വർഷങ്ങൾക്ക്, എനിക്ക് 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ബാംഗ്ലൂർ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എന്നെ മറ്റൊരു കമ്പനി, വേറൊരു കമ്പനി, അതിൻ്റെ പേര് പറയാൻ പറ്റത്തില്ല, ആ കമ്പനി ഇങ്ങനെ നമ്മൾ ഇവിടെ വരുവാണെങ്കിൽ അത് ചെയ്യാം, സ്വിറ്റ്സർലാൻഡിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോഹിപ്പിച്ച് ഞാൻ അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു.
വാച്ച് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അവസാനത്ത് പറഞ്ഞാൽ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോൾ ഒരു ട്രെയിനിങ് എന്നൊക്കെയാണ് നമ്മളെ ഏറ്റവും വലിയൊരു ഒരാഗ്രഹം. അതേപോലെ തന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ, പക്ഷേ അവിടെ ഒരിടത്തും പോകാനൊന്നും പറ്റിയില്ല. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പം അത് മാത്രമല്ല കമ്പനി പൂട്ടുന്ന കണ്ടീഷനോട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിനിപ്പോൾ ഇന്നല്ലേ നാളെ പൂട്ടും, ഇത് കേൾക്കാൻ തുടങ്ങി 2 വർഷമായി, ഇത് പൂട്ടുവാണെങ്കിൽ പിന്നെ അറേഞ്ച് പോകാമല്ലോ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ അത് തീരുമാനമായി. അപ്പോൾ പിന്നെ നമുക്ക് ജോലി ഇല്ലാത്ത അവസ്ഥയായല്ലോ. അപ്പം ഞാൻ അങ്ങോട്ട് എന്താ ചെയ്യേണ്ടത്, ആ ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്ത് ജോലി ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അവസാനം അവർ പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, പക്ഷേ ഇവിടുന്ന് റിസൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ഈ ടൈം ആൻഡ് മീ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ തുടക്കം. നിവൃത്തിയില്ലായ്മ പിടിച്ചു നിൽക്കാൻ തുടങ്ങിയതാണ്. ഇതില് ഏതോ മീഡിയയിലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു, സ്വന്തം ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി സ്ഥാപനം എന്നൊക്കെ. അതൊന്നല്ല, ഇതായിരുന്നു സാഹചര്യം. ജോലി പോയതാണ്. ഉപേക്ഷിക്കാൻ ജോലി വേണ്ടേ? ആ ജോലിയേ ഇല്ല, കമ്പനിയേ ഇല്ല, പിന്നെ എവിടെ ജോലി? സത്യം, അങ്ങനെയാണ് സംഭവിച്ചത്. ഇതിലേക്ക് വന്നത് അങ്ങനെയാണ് ഈ നമ്മുടെ സ്വന്തം സ്ഥാപനം എന്നുള്ള ഇതിലേക്ക് വന്നത്. ഈ രാകേഷ് ശർമ്മയുടെ വാച്ച് തേടിയെത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു? എങ്ങനെയാണ് അവിടെ എത്തിയത്? രാകേഷ് ശർമ്മയുടെ നമ്മൾ എത്തിയതല്ല, അത് എൻ്റെ അടുത്ത് എത്തിപ്പെട്ടതാണ് ആ വാച്ച്. നമ്മളായിട്ട് പോയ സംഭവമല്ല. അതായത് അവിടെ ഒരു ദിവസത്തിൽ അന്ന് വലിയ എന്താ പറയുക കസ്റ്റമേഴ്സൊന്നും, നമ്മുടെ തുടക്ക കമ്പനിയിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ കമ്പനി ഇങ്ങനെ തുടങ്ങി, നമുക്കറിയില്ല എന്താണ് നെക്സ്റ്റ് എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ രാവിലെ വരുന്നു, ഇങ്ങനെ ഗൂഗിൾ സെർച്ച് അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വരിക. ആ ഫോൺ എടുത്ത് അപ്പോൾ അവർ ചോദിച്ചു ഒരു ഇന്ന വാച്ച്, നിങ്ങളിത് വാച്ചിൻ്റെ സർവീസ് സെൻ്റർ ഇല്ല? ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മേഡമാണ് സംസാരിച്ചത്, ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പം ഞങ്ങളുടെ ബോസിൻ്റെ കുറച്ച് വാച്ചുകളൊക്കെ ഒന്ന് ശരിയാക്കണം, അപ്പം നിങ്ങൾ ഇന്ദിരാനഗർ ബേസ്ഡ് അല്ലേ? ഞാൻ പറഞ്ഞത് ഇന്ദിരാനഗറാണ്, ഞങ്ങളുടെ ഓഫീസ് ഇന്ദിരാനഗറാണ്. അപ്പം ഞങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ, നിങ്ങളൊന്ന് വന്നിട്ട് സാറിനൊന്ന് മീറ്റ് ചെയ്തിട്ട് ഒന്ന് ഈ വാച്ച് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഒരു പരിപാടിയിലുണ്ടല്ലേ, അപ്പോൾ തന്നെ പോയി. അവിടെ എത്തിക്കഴിയുമ്പോഴേക്ക് ഒരു വലിയ ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ പേര് പറഞ്ഞാൽ ഇപ്പോൾ അറിയായിരിക്കും, നിർവാണ ഫിലിംസ് എന്ന് പറയും. അവിടെ നേരെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഒരു മേഡത്തിനെ കണ്ടു. അപ്പോൾ ആ മേഡം പറഞ്ഞു ഓക്കെ വരൂ ജിലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സാറിനെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു ഓഫീസ്, അവിടെ സാറിരിക്കുന്നു. എന്നെ കണ്ടിട്ട് നോക്കിയിട്ട് മലയാളിയാണല്ലേ? ഞാൻ പറഞ്ഞു അതെ സാറേ. പിന്നെ മലയാളത്തിലായി, നാട്ടിലെവിടെയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അതാരാന്നറിയുമോ? സാക്ഷാൽ പ്രകാശ് വർമ്മ. ഒരിടത്തും പറഞ്ഞിട്ടില്ല. അദ്ദേഹമാണ് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ, ടൈം ആൻഡ് മീയുടെ ആദ്യത്തെ കസ്റ്റമറാണ് പുള്ളി. അടിപൊളി. അങ്ങനെ അവിടുന്ന് ഞാൻ വാച്ചുകൾ ഒരു 3-4 വാച്ച് ഉണ്ടായിരുന്നു, ഒരു റീമണ്ട് വീല്, ഒരു ഒമേഗ, അങ്ങനെ കുറച്ച് വാച്ചുകൾ. ഈ വാച്ചുകളെല്ലാം കളക്ട് ചെയ്ത് പുള്ളി പറഞ്ഞു ഇത് സമയം എടുത്തോളൂ, സമയം എടുത്തിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇതൊരു വലിയൊരു വർക്കാണ് കിട്ടുന്നത്. ആ വാച്ചുകളുടെ വിലയൊക്കെ കുറച്ച് വലിയ വാച്ചുകളാണത്. ഈ പ്രകാശ് വർമ്മ നല്ലൊരു വാച്ച് കളക്ടറാണ്. നമുക്കിതൊന്നും അറിയില്ല അന്ന്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ പുള്ളിയെ കാണുന്നത്, ഈ പുള്ളി ആരാന്ന് പോലും എനിക്കറിയില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെന്ന് പെട്ടത് വലിയൊരു പുലിയുടെ മടയിലായിരുന്നു. അങ്ങനെ ഞാൻ ആ വാച്ചുകളൊക്കെ റെഡിയാക്കി പുള്ളിക്ക് തിരിച്ച് അവിടെ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ എനിക്കൊരു ചെക്ക് കിട്ടി, ഒരു എമൗണ്ട്. നമ്മൾ അടുത്ത പ്രാവശ്യത്തെ റെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ചെക്ക് കിട്ടുന്നത്. 47,000 ഒരു ചിട്ട ചെക്കായിരുന്നു അത്. അത് അവിടെയാണ് നമ്മുടെ മുമ്പോട്ടെന്നുള്ള ഒരു സംഭവത്തിന് ഒരു സംഭവം വരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും, അതൊരു കുതിപ്പായിരുന്നു. അത് അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത് ഇപ്പം നിങ്ങൾ ചോദിച്ച ഈ രാകേഷ് ശർമ്മയുടെ കേസ്, ഒരിക്കലും ഒരു കസ്റ്റമർ ഇങ്ങനെ വന്നിട്ട് ഒരു സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു സ്ട്രാപ്പ് ഞാൻ കാണിച്ചു കൊടുത്ത് പുള്ളി ഒരു വാച്ച് ഒരു സ്ട്രാപ്പ് സെലക്ട് ചെയ്തു, അത് ഫിക്സ് ചെയ്തു. ഇതെല്ലാം ഒരു 5 മിനിറ്റിൽ നടന്ന കേസ്. ഒരു സ്ട്രാപ്പ് ഫിക്സ് ചെയ്യാൻ നമുക്ക് അതിന് വേണ്ടി അത്ര സമയം വേണ്ട. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ ലോങ് ജീൻസിൻ്റെ ബക്കിള് ഈ ബക്കിള് മാറ്റിയിട്ട് ഇതിലാണ് ഇത് മാറ്റിയിട്ട് ഈ ലോങ് ജീൻസിൻ്റെ, അതായത് ഇവിടെ ഒരു എൻഗ്രേവി ലോങ് ജീൻസ് ചെയ്തിട്ടുണ്ടാവും, അത് ഇതിൽ ഫിക്സ് ചെയ്യാമെന്ന് ചോദിച്ചു. നമ്മൾ ചെയ്തു തരാം, അത് അപ്പം തന്നെ ചെയ്തു കൊടുത്തു. അന്നേരമാണ് അദ്ദേഹം, ഈ വന്ന ആൾക്ക് ഒരു 10-70 വയസ്സുണ്ട്, കുറച്ച് പ്രായമുള്ള ആളാണ്. ആളെന്നോട് ചോദിച്ചു എൻ്റെ അടുത്തൊരു ഒരു ഹിസ്റ്റോറിക്കൽ വാച്ച് ഉണ്ട്, നിങ്ങൾക്ക് അത് റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ നിങ്ങളത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇത് ആരുടെ വാച്ചാണ് എന്നോട് ചോദിച്ചേക്കലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ, ആരുടെ വാച്ചാണ് ചോദിക്കുന്നത്, ഞാൻ അഴിച്ചു നോക്കട്ടെ. ഞാനിത് അഴിച്ചു കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ ആരൊക്കെയോ പണിയെടുത്ത് എല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുക. അതിൻ്റെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ അപ്പം തന്നെ കൂട്ടിയിട്ട് പറഞ്ഞു ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞ് ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാച്ച് വേറെ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞു.
അവൻ ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒരു കാര്യം നിങ്ങളത് വെച്ചോളൂ, ഞാനത് നോക്കിയിട്ട് ഞാൻ ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം, പക്ഷേ എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. യു ടേക്ക് യുവർ ഓൺ ടൈം എന്നൊക്കെ പറഞ്ഞു പോയതാണ്. പിറ്റേ ദിവസം തൊട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി, വാട്ട് ഈസ് ദ സ്റ്റാറ്റസ്, ഈ വാച്ചിൻ്റെ എന്താണ് ഇതിൻ്റെ. അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒറ്റ വാച്ചിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തു. പല പല പണികളാണ് ചെയ്യുന്നത്, ഇതൊന്നും വർക്കാവുന്നില്ല. ഇതിൻ്റെ ഒരു മൊത്തം മെക്കാനിസം മാറ്റാന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ മെക്കാനിസം ഒന്നും ഇല്ല അത്. കാരണം ഇതിനൊരു സബ് സെക്കൻഡ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉള്ളതാണ്, അതൊന്നും ഇല്ല. പിന്നെ ആദ്യത്തെ തന്നെ പണിത് അവസാനം 8 പ്രാവശ്യം 8 നില പൊട്ടി. ശരി, വാച്ച് ഓടിയാലല്ല ശരിയായി എന്ന് പറയാൻ പറ്റുള്ളൂ, ഇത് ഓടുന്നില്ല. അങ്ങനെ ഒരു 9ാമത്തെ പ്രാവശ്യം ഞാൻ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇനി ഇത് ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു കൊടുത്തേക്കാം. നമ്മൾ ഒരേ പണി ഒരു 2 or 3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മാനസികമായിട്ട് ഇത് ശരിയാവത്തില്ല, അങ്ങ് മാറ്റി വെക്കൂലേ. പക്ഷെ ഇതിങ്ങനെ ട്രൈ ചെയ്ത് അവസാനം 9ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇത് അവസാനം ഇത് കോഡ്സ് വാച്ചാന്ന് പറഞ്ഞു, ഓട്ടോമാറ്റിക് ഒന്നും അല്ല ഇത്. അവസാനം ബാറ്ററി ഇട്ടപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് പുള്ളിക്ക് അയച്ചിട്ട് സാർ ഇത് റെഡിയാകും. അദ്ദേഹം എനിക്കൊന്നൊരു 1/2 മണിക്കൂറിനുള്ളിൽ അവിടെ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ എന്ത് മാജിക്കാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു എന്ത് മാജിക്കാണ് ഇത്, കുറേ പണിയെടുത്ത് ഇപ്പോൾ ശരിയായെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു ഡു യു നോ ഹൂസ് വാച്ച് ഇറ്റ് ഈസ്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പോൾ പുള്ളി പറയാണ് ഇത് സാക്ഷാൽ രാകേഷ് ശർമ്മയുടെ വാച്ചാണ്. ഞാൻ ഞെട്ടിയൊന്നുമില്ല, കാരണം രാകേഷ് ശർമ്മ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഞെട്ടേണ്ട ആവശ്യമില്ല. പുള്ളി വിചാരിച്ചു ഞാൻ ആയിക്കോട്ടെ ഏതൊരു ഹിന്ദിക്കാരൻ ആയിക്കോട്ടെ. സത്യമായിട്ട് നമുക്കത് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അന്നേരം ഇദ്ദേഹം എന്നെ നോക്കുവാണെങ്കിൽ ഇവനെന്താ എന്നിട്ട് പുള്ളി തന്നെ പറഞ്ഞു എന്നോട് ഇത് ഇങ്ങനെയാണ് രാകേഷ് ശർമ്മ, ഇത് ഇത്രയും പറഞ്ഞിട്ട് പുള്ളി അപ്പോഴേ ഡെയിലി ഇത് സാക്ഷാൽ രാകേഷ് ശർമ്മേനെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു സി ഐ ടോൾഡ് യു നോ ദാറ്റ് ജെന്റിൽമാൻ ആക്ച്വലി ഐ എം വിത്ത് ഹിം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോൺ എൻ്റെ അടുത്ത് തന്നു. അപ്പോൾ എനിക്ക് ഇത് ആരെ എന്താണെന്ന് പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനുശേഷം പുള്ളിയോട് സംസാരിച്ചു. അന്നേരം ആൾ പറയാണ് എനിക്ക് എൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ വാച്ച് ഒരു 10-15 വർഷമായിട്ട് ഇത് ഓടാതെ കിടക്കുകയാണ്, പല സ്ഥലങ്ങളിലൊക്കെ കാണിച്ചു, എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ വാച്ച് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ ഇതെടുത്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പം നീ എടുത്തോളൂ എടുത്ത് കൊണ്ടുപോയിക്കോളൂ, കാരണം ഒരു പ്രതീക്ഷയില്ലല്ലോ. അപ്പം ഇന്ന് രാവിലെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ഇതായി. താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ എന്താ പറയുക രാകേഷ് ശർമ്മയാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായി പോയി. അതിനുശേഷം പുള്ളി തിരിച്ചു കൊണ്ട് കൊടുത്തപ്പം എനിക്കൊരു ലെറ്ററൊക്കെ എഴുതി തന്നു, ഇത്രയും നല്ലൊരു വാച്ച് നന്നായി തന്നതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ആ ഒരു സംഭവം. ഓക്കെ, ശരിക്കും ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് വീണ്ടും ചേഞ്ച് ചെയ്ത്. പിന്നെ തീർച്ചയായും ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശരിക്ക് എന്താ പറയുക ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ ലെറ്റർ വരുന്നത്. അതിനുശേഷം ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ അവിടെ ഇവിടെ എല്ലാം കൊടുത്തപ്പം നിങ്ങൾ ആ രാകേഷ് ശർമ്മയുടെ എനിക്കൊരിക്കൽ കോഴിക്കോട് നിന്നൊരു കോൾ വന്ന് നമ്മുടെ നാട്ടിൽ. ഇത് കാരണം മനോരമ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവം. അപ്പോൾ ഈ വാർത്ത കണ്ടിട്ടാണ് തോന്നുന്നത് ഒരു ദിവസം കൊയിലാണ്ടി ആ ഭാഗത്ത് നിന്ന് ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് നമ്മുടെ ലാൻഡ് ലൈനിൽ വിളിച്ചിട്ട് നിങ്ങൾ മറ്റേ മേലെ പോയ പുള്ളിയുടെ വാച്ച് എന്നൊക്കെ ആളല്ലേ എൻ്റെ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ സംസാരിക്കും. ഞാൻ വിചാരിച്ചു ഇത് ആരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ മറ്റേ ഇത് ഞാൻ കണ്ടായിരുന്നു മറ്റേ വാർത്ത ഇന്ന് ന്യൂസിൽ കണ്ട. അങ്ങനെ അത് അവരുടെ ഒരു സ്ലാങ് ആണ്. ആടെ വാച്ച് ആക്കിയ ആളല്ലേ നിങ്ങൾ. എൻ്റെ ഒരു പഴയ റാഡോ വാച്ചിന് ഞാൻ അയക്കട്ടെ ശരിയാക്കിയത്. എനിക്കൊന്ന് അങ്ങനെ ഒരു 10-20 വാച്ച് എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു തന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര വിലയുള്ള വാച്ചുകളാണ്. അങ്ങനെ ഒന്നുമല്ല, വെറും സാധാ ടൈറ്റൻ വാച്ച്, ഒരു ബാറ്ററി മാറ്റാനും അങ്ങനെയുള്ള വാച്ചുകളൊക്കെ അവിടെ വന്നു. അതൊക്കെ എന്തോ ഒരു ട്രസ്റ്റ്. ചിലപ്പോൾ അവർക്ക് ആ വാച്ച് അത്രത്തോളം വാല്യൂ ഉള്ളതായിരിക്കും ഈ പറയുന്ന പോലെ. അങ്ങനെയാണെന്ന് തോന്നുന്നത്. അങ്ങനെയൊക്കെ വന്ന് അതൊക്കെ നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആണ്. അവരൊക്കെ നമ്മളെ വിളിച്ച് അങ്ങനെ വാച്ചുകളൊക്കെ തന്നെ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു 2 മാസം മുമ്പ് ഒരാൾ നമ്മുടെ കടയിൽ വരുക. ആ കടയിൽ വന്നിട്ട് ഒരു വാച്ച് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു ലിങ്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വാച്ച് നോക്കുമ്പം റോളക്സ് വാച്ചാണ്. ഒരു 10-28 ലക്ഷം രൂപ വില വരുള്ളൂ ആ വാച്ചിന്. 28 ലക്ഷം? ആ, അത്രേ ഉള്ളൂ. പുതിയ വാച്ചാണ്, അതിൻ്റെ ലിങ്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ആളെ വന്ന് കണ്ടപ്പോഴേക്ക് എനിക്ക് ഇത് എവിടെയോ കണ്ടുപരിച്ചുണ്ടല്ലോ. ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊന്ന് ഇതൊരു മലയാളിയാണല്ലോ, എവിടെയോ നല്ല പരിചയമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു സാറിൻ്റെ പേര്? എൻ്റെ പേര് പ്രകാശ് വർമ്മ. അപ്പോഴാണ് കണക്ഷൻ വരുന്നത്. ഇത് സംഭവിച്ചൊരു 2-3 മാസം മുമ്പ്. അപ്പോൾ ആൾ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു സാറ് മലയാളിയില്ല, എനിക്കറിയാം സാറിനെ, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ ഓർമ്മയുണ്ട്, പണ്ട് ഇത് 10 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പം ഞാൻ പുള്ളിയോട് പറയാണ് സാറാണ് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ.
സാറിന് ഓർമ്മയുണ്ട്, ഞാൻ ആ ഓഫീസിൽ വന്ന് പുള്ളിക്ക് അത്ര ഓർമ്മയില്ല, കാരണം ഓർക്കാൻ വഴിയില്ല, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പിന്നല്ലാണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച ആ പഴയൊരു ബന്ധം. അപ്പോൾ അതിനുശേഷം പുള്ളി പറഞ്ഞു, ജിലീഷ് നിങ്ങളുടെ നമ്പർ തരും, ഞാൻ ഇനിയിപ്പോൾ വിളിച്ചിട്ട് വരാൻ നമ്പർ, ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുക. നമ്പർ ഇങ്ങനെ അടിച്ച് കഴിയുമ്പോഴേക്ക് ഡയലായി. അപ്പോൾ അതിനകത്ത് ജിലീഷ് റെയ്മണ്ട് ബിൽ, നിങ്ങളുടെ നമ്പർ ഇതിനകത്തുണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ഫോൺ വരുന്നു, പ്രകാശ് കസ്റ്റമർ. ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഉണ്ട്. പക്ഷെ ഇത് കാരണം ഞാൻ കൂടുതലും കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിയുടെ വൈഫുണ്ട് സ്നേഹവർമ്മ. പുള്ളിക്കാരത്തി ഇങ്ങനെ ഓരോന്ന് അയക്കുമ്പോൾ ഞാൻ ഓരോ ഡ്രൈവറെ വിടും, പിന്നെ വാച്ച്, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആളെന്നെ വിളിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഫോണിൽ പല കസ്റ്റമേഴ്സിൻ്റെയൊക്കെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്യുന്നത്. ഇത് ആരെ എന്താണെന്നും അറിയില്ല. അതൊരു ഭയങ്കര, അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, ഞാൻ അന്നേരമാണ് അതിന് മുമ്പത്തെ സംഭവമാണ്. അതായത് നമ്മളെല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഓഫീസ് വരുന്നു, ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിക്കണം എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് ഒരു വാച്ച് ഉണ്ടാക്കണം എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നുള്ള കണ്ടീഷനോട്ട് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. 1 വർഷം മുമ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഇങ്ങനെ നോക്കുമ്പോഴാണ് ബറോസ് ലാലേട്ടൻ്റെ പുതിയ പടം ബറോസ് വരുന്നു. എവിടെ നോക്കിയാലും ബറോസ് മാത്രം. ഒരു 3D എഫക്റ്റ് പടമാണ്, ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടം. അപ്പോൾ പിന്നെ ഞാൻ നോക്കി, എന്നാൽ ഇത് തന്നെ എടുത്തേക്കാം. അങ്ങനെ ഒരു വാച്ച് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഡയലിൽ ഈ ബറോസിൻ്റെ സംഭവം കൊണ്ടുവരിക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ അത് ഇങ്ങനെ കൊണ്ടുവരുന്ന നോക്കുമ്പം എനിക്കൊരു ഐഡിയ ഒന്നുമില്ല അതിനകത്ത്. നമ്മുടെ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഡിസൈനേഴ്സോടൊക്കെ, അവരൊന്നും ഇതുണ്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഈ ഗൂഗിളിൽ നിന്നൊക്കെ കുറേ ഇമേജ് എടുത്തു, അതൊന്നും ശരിയാവുന്നില്ല. കാരണം ഒരു HD ക്ലാരിറ്റി ഇമേജ് വേണം, അതൊന്നും കിട്ടുന്നില്ല. അവസാനം കുറേ ആൾക്കാരെ വിളിച്ച്, ആശീർവാദം വിളിച്ച് എനിക്ക് HD ഇമേജ് കിട്ടി. നമ്മളിങ്ങനെ ആവശ്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഇത് വാച്ചിൽ എങ്ങനെ കൊണ്ടുവരും? പല സ്ഥലങ്ങളിൽ പോയി പ്രിൻ്റ് എടുത്തു. ഈ പ്രിൻ്റ് വരുമ്പോൾ ഈ നമ്മുടെ ആ ക്വാളിറ്റി കംപ്ലീറ്റ് പോവുകയാണ് പ്രിൻ്റിൽ. അപ്പോൾ ഇത് ശരിയാവുന്നില്ല. അവസാനം ഫോട്ടോ പേപ്പർ പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് അത് ഒട്ടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അവർ ഹാൻഡ് ടച്ച് ആവും, അപ്പോൾ വാച്ച് വർക്ക് ചെയ്യില്ല. പിന്നെ ഹൈറ്റ് ഡിഫറൻസ് വരുന്നു, മൂവ്മെൻറ്റ് മാറ്റി നോക്കി, അത് ശരിയാവുന്നില്ല. പിന്നെ ആ പരിപാടി അങ്ങ് നമ്മൾ, കാരണം ഇത് മാത്രമല്ല, എനിക്ക് പല പരിപാടി, നമ്മുടെ പണി നടക്കണ്ടേ, അങ്ങനെ അതങ്ങ് മാറി നിന്നു. അവസാനം ഫോട്ടോ പേപ്പർ വെച്ചിട്ട് അതും ശരിയാവുന്നില്ല. ഏറ്റവും അവസാനം ഫൈനലി നമ്മൾ ഡേയിലെ തന്നെ പ്രിൻ്റ് ചെയ്യുന്ന ഒരാളെ, ഒരു പ്രിൻ്ററെ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു സംഭവം ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് തന്നെ ഒരു മാനസികമായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞിട്ട് ഇത് ശരിയായി വരുമ്പോൾ അങ്ങനെ വന്നിട്ടാണ് ആ ഒരു വാച്ച് ഉണ്ടാകുന്നത്. ലാലേട്ടന് വേണ്ടിയിട്ട് ബറോസ് എന്നുള്ളൊരു സംഭവം വെച്ചിട്ടൊരു വാച്ച് ഉണ്ടാക്കി അവിടെ ഇരിക്കുകയാണ്. ഇത് ആൾക്ക് നേരിട്ട് കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. നമ്മളെ പോലത്തെ ഒരാൾ ലാലേട്ടന് ഒരു വാച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ വിചാരം മാത്രമല്ലേ ഉള്ളൂ, എങ്ങനെ കൊടുക്കും? എനിക്ക് സിനിമാ ഫീൽഡിൽ കുറേ ആൾക്കാരുണ്ട്, അവരോടെല്ലാം ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അവരെല്ലാം നോക്കാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് ഇപ്പം പല ആൾക്കാരും നോക്കാം. അതിന് നമ്മൾ പിറ്റേ ദിവസം ചോദിക്കുമ്പം അത് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും റിപ്ലൈ വരുവാണെങ്കിൽ ചെയ്യാം. ഇതിനൊന്നും ഒരു എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ല. ഇവർക്കും അത് കറക്റ്റായിട്ട് പറയാനും പറ്റുന്നില്ല. അവസാനം എനിക്ക് ഒരിക്കൽ നമ്മുടെ ആൻ്റണി ചേട്ടൻ്റെ നമ്പർ, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ നമ്പർ ഒരാളെ എനിക്ക് ഇതിൽ ഇതൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞിട്ട്, ഞാൻ എന്നിട്ട് ആ നമ്പർ കിട്ടി, വലിയ ആളുടെ നമ്പറാണ് കിട്ടിയത്. ഞാൻ അതിനകത്ത് ട്രൈ ചെയ്തു. സാർ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അതിനൊന്നും ഒരു റിപ്ലൈ വന്നില്ല. അങ്ങനെ കുറേ മെസ്സേജുകൾ അയച്ചു. അവസാനം ഞാൻ എന്താക്കി, ഈ മേക്കിംഗ് വീഡിയോ പുള്ളിക്ക് അയച്ചു കൊടുത്തു. ഒരു ദിവസം രാത്രി ഒരു 10 മണിക്ക്. അന്നേരം ഞാൻ പറഞ്ഞു, സാറേ എനിക്കിത് ഒന്ന് ലാലേട്ടനെ കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന്. അന്നേരം പുള്ളി ഒരു തംസപ്പ് ഓക്കെ എന്നുള്ളൊരു തംസപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ദിവസം കൊച്ചിയിൽ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അതൊരു പേഴ്സണൽ കാര്യമായിരുന്നു. അപ്പം 25-ാം തീയതി 26-ാം തീയതി ഞാൻ അങ്ങനെ കൊച്ചി വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ എന്തായാലും ഞാൻ കൊച്ചി വരുന്നില്ല, ലാലേട്ടൻ്റെ ഒക്കെ ഏരിയ അല്ലേ കൊച്ചി, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതൊന്ന് കൊടുക്കാമല്ലോ. പക്ഷേ ആരോടെ ചോദിക്കണ്ടേ? അപ്പം വേറൊരു വഴിയിൽ ഒരാൾ പറഞ്ഞു, ഞാൻ വേറെ ആളോട് ഇങ്ങനെ ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അപ്പം എന്താ ചെയ്യാൻ പറ്റുക? ആൾ പറഞ്ഞു, എനിക്ക് ലാലേട്ടനായിട്ടും വലിയ അറിയാമെന്നുള്ളൂ, പക്ഷേ പരിചയമൊന്നുമില്ല, പക്ഷേ ഞാനൊരു നമ്പർ തരാം, നിങ്ങൾ ആ നമ്പർ ആൻ്റണി പെരുമ്പാവൂർ നമ്പറാണ്. ഞാൻ പറഞ്ഞു ശരി ഓക്കെ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആ നമ്പർ കിട്ടി. അപ്പോൾ എൻ്റെ പ്രാർത്ഥന, ഈ നമ്പറും മറ്റേ നമ്പറും ഒരു നമ്പറായാൽ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യമില്ല. പക്ഷേ അത് വേറൊരു നമ്പറായിരുന്നു. ഞാൻ ആ നമ്പർ എടുത്ത് അപ്പം തന്നെ വിളിച്ച്, പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വിളിച്ചൊരു 2-3 റിങ് ആയപ്പോഴേക്ക് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്നാണ്ട് വിശേഷം, എവിടെയാ? അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമ്പർ മാറിപ്പോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഈ നമ്പർ തന്നെയാണ്, പുള്ളി തന്ന നമ്പർ തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആൻ്റണി ചേട്ടനാണോ?
ആൻ്റണി പെരുമ്പാവൂർ. അതെ ഞാൻ ആൻ്റണിയാണ്, ഇത് ജില്ലീഷല്ല മറ്റേ ബറോസിൻ്റെ വാച്ച് ഉണ്ടാക്കിയ. ഞാൻ പറഞ്ഞു അതെ. അല്ല എന്നെ എങ്ങനെയാണ് ആൻ്റണി ചേട്ടൻ അറിയാമെന്നേ? നിങ്ങൾ വാട്സപ്പ് അയക്കുന്നതൊക്കെ ഞാൻ കാണുന്നത്, എനിക്ക് 2 നമ്പറുണ്ട്. ഞാനപ്പം നിങ്ങൾ ജില്ലീഷ് ബറോസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളുടെ നമ്പറാണ് വന്നത്, ഇത് എൻ്റെ പേഴ്സ് വേറൊരു നമ്പറാണ്. അപ്പോഴത്തെ ആവശ്യം ഒന്ന് ആ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. എന്നോട് ഇങ്ങനെ വളരെ കൂളായിട്ട് സംസാരിക്കുന്നത്, നമ്പർ സേവ് വെച്ചിരിക്കുകയാണ് ഫോണിൽ. ഞാൻ പറഞ്ഞു ആൻ്റണി ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അതായത് ഞാൻ 25-ാം തീയതി ഞാൻ കൊച്ചി വരുന്നുണ്ട്. അപ്പം ആ വാച്ച് ഉണ്ടല്ലോ, ആ വാച്ച് എനിക്ക് ലാലേട്ടൻ ഒന്ന് കൊടുക്കണമെന്നുണ്ട്, അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ ഞാനൊന്ന് നോക്കട്ടെ, ലാലേട്ടൻ 25-ാം തീയതി കൊച്ചിയിലുണ്ട്. ഉണ്ട്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു ലാലേട്ടൻ 25-ാം തീയതി ഉണ്ട്, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട്, ഞാൻ അവിടെ ഒരാളുടെ നമ്പർ തരാം, അയാളൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആളെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾ 25-ാം തീയതി 7 മണിക്ക് പോരെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. പിന്നീട് നടന്ന എല്ലാ സ്വപ്നങ്ങളാണ്. ഞാൻ അങ്ങനെ അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോഴേക്ക് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, ഒരു റിസോർട്ട് പോലത്തെ സെറ്റപ്പാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് അവരെ ആരും അറിയത്തില്ല. അറിയാവുന്ന കുറച്ച് ആൾക്കാർ അതിൽ നടക്കുന്നുണ്ട്. ഒരാൾ നമ്മുടെ ശ്രീനിവാസൻ അവിടെ ആളവിടെ ഇരിക്കുന്നുണ്ട്, പിന്നെ സത്യൻ അന്തിക്കാട് അവിടെ നിൽക്കുന്നുണ്ട്, പിന്നെ ലാലു അലക്സ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. ഇവരെയൊക്കെ നമുക്കറിയാം, നമ്മളെ ആർക്കും അറിയത്തില്ല. ഞാൻ എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഒരു ടേബിളും ഒരു ചെയറൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചുമ്മാ അവിടെ കയറി ഇങ്ങനെ ഇരുന്നു, കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആളെന്നെ വിളിച്ചു, മറ്റേ നേരത്തെ വന്ന മേക്കപ്പ് ലിജു ചേട്ടൻ, നിങ്ങളെവിടെ? ഞാൻ ഇവിടെ ഉണ്ട്, ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു, ആ ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ആ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു വണ്ടി അവിടെ നിൽക്കുന്നു, അതിനകത്ത് സാക്ഷാ ലാലേട്ടൻ ഇറങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഒരു അത് ഇറങ്ങുന്നു. അപ്പോഴേക്ക് ഫുള്ള് കുറച്ച് ബൗൺസേഴ്സൊക്കെ ഈ 2 സൈഡും നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ലാലേട്ടൻ നേരെ ഒരു റൂമിലോട്ടാണ് പോകുന്നത്. അതിന് തൊട്ട് ബേക്കിൽ പുള്ളി മാനേജറുണ്ട്, പിന്നെ വേറൊരാളും ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ലിജു ചേട്ടനിലുണ്ട്. അപ്പം ആൾ പറഞ്ഞ് എൻ്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാനും അങ്ങനെ ആ പോകുന്ന ആ വരിയിൽ നമ്മുടെ ഏറ്റവും അവസാനത്തായിട്ട് ഞാനും പോവാം. അവരങ്ങനെ പോകുന്ന ഒരു ഡോർ ഓപ്പൺ ആവുന്നു, ലാലേട്ടൻ നേരെ അതിനകത്ത് കയറുന്നു, ഈ ബേക്കിലുള്ള എല്ലാവരും കയറുന്നു. ഞാൻ ഇങ്ങനെ ഇതിനകത്ത് കയറുന്നു, ഒരു ഡൗട്ട് നിൽക്കുമ്പോഴേക്ക് ആ ഡോർ അടയുന്നു. ഞാനൊരു ബാഗെല്ലാം തൂക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ബൗൺസേഴ്സിൽ ഒരാൾ ഞാൻ പറഞ്ഞു അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അവിടെ നിൽക്കാൻ. ശരി ഓക്കെ. ഞാനിങ്ങനെ ബാഗിലിട്ട് ഇവിടെ നിൽക്കുക, തീർന്നു, പരിപാടി തീർന്നു, ഇവിടം വരെ എത്തി. കുറച്ച് കഴിയുമ്പോൾ ആ ഡോർ ഓപ്പൺ ആവുന്നു. ഈ ലിജുചേട്ടൻ നീളത്ത് ഇവിടെ നിൽക്കുന്നു, ഉള്ളിലോട്ട് വരാൻ. അപ്പോഴേക്ക് ഞാൻ മാറിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ നേരെ കയറി ഉള്ളിലോട്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഉള്ളിലുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി, ഈ പറഞ്ഞ മാനേജർ അവരെല്ലാം, ആ മേക്കപ്പ് മാനും ഇല്ല. അവിടെ എന്തോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു സെറ്റപ്പ് ഉണ്ട്, അങ്ങോട്ട് നിൽക്കുക. അപ്പം എൻ്റെ കയ്യിലൊരു ബാഗുണ്ട്, അതിൻ്റെ ഉള്ളിൽ വാച്ച് ഉണ്ട്, ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ പറയണം, ഞാൻ പഠിച്ചു വെച്ചിരിക്കുകയാണ്, ഇതെല്ലാം ഒന്നും കൂടെ പറഞ്ഞു നോക്കി, ദൈവമേ തെറ്റൊന്നും ചെയ്യരുത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സൈഡൊക്കെ ചേർച്ച് ഇങ്ങനെ തിരിഞ്ഞു വരുന്നോടെ എന്നെ കാണുന്നത്. എന്താ മോനെ അതാണല്ലോ ചോദിക്കുന്നത്. ചോദിച്ചിരുന്നേ ഞാൻ പറഞ്ഞു ലാലേട്ട എൻ്റെ പേര് ജിലീഷ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ലാലേട്ടൻ ഒരു വാച്ച് തരാൻ വേണ്ടി വന്നതാണ്. ആ ബറോസിൻ്റെ ഇതുള്ള ഒരു സംഭവം ഞാൻ വീഡിയോ കണ്ടിരുന്നു, ആൻ്റണി എന്നെ കാണിച്ചിരുന്നു. അതോടെ ഞാൻ പറയാനുള്ളത് എനിക്ക് പറയാനും പറ്റുന്നില്ല, ആൾക്കത് അറിയുകയും ചെയ്യാം. അതോടെ നമുക്ക് എന്നെ പറയണ്ടേന്നുള്ള ഒരു കണ്ടീഷനിലങ്ങ് പോയി. എന്നിട്ട് ഇരിക്കുമോനെന്ന് പറഞ്ഞു. എവിടെ ഇരിക്കാൻ പറ്റും, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം ലാലേട്ടൻ അവിടെ ഇരുന്നു, ഇതേപോലൊരു ചെയറുണ്ട്, അവിടെ ഇരുന്നു. പിന്നെ വാച്ചിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ഇച്ചിരി ഒരു കംഫർട്ടബിൾ റേഞ്ചിലോട്ട് വന്നു. മറ്റേത് ഒരു പേടിയാണ്. ആ ഒരു മനുഷ്യൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ചു. നിങ്ങൾ ഇവിടെ ഇപ്പോൾ ലാലേട്ടൻ ഇരിക്കുവാണെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു പ്രശ്നം വരും അവിടെ. അപ്പം ഞാൻ പറഞ്ഞു ലാലേട്ടൻ ഈ ഒരു ഇത് തന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഇരിക്കുമോനെ ഇരിക്കും നമുക്ക് എടുക്കാം. എന്നിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട്, എൻ്റെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ, എത്ര വർഷമായി, ഏതൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ പറയുമ്പം ആൾ ഫോൺ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഈ വാച്ചുണ്ട് AP, എൻ്റെ അടുത്ത് ആ വാച്ചുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഞാനപ്പോൾ ഇവിടെ ഇരിക്കുക. ഫോണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക വെച്ചാൽ ഇങ്ങനെ നിന്നിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ നിന്നിട്ട് ഇതെല്ലാം നോക്കുന്നു, ഇതെല്ലാം കാണിച്ചു തന്നു. ഈ വാച്ച് എൻ്റെ അടുത്തുണ്ട്, ഇത് നല്ല വാച്ചാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു ഓഷോനെ അറിയാമെന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയോ ഓഷോനെ? ബുക്കൊക്കെ എഴുതി മറ്റേ ഓഷോ എനിക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഓഷോ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഓഷോന്റെ ബുക്കുകൾ വായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അത്രേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും അറിയില്ല ഓഷോനെ കുറിച്ച്. നിങ്ങൾ അത്രയും കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ അതും കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടത് അവിടെ. ഓഷോനെ അറിയില്ലേ? എന്താ മോനെ ഇത്? ഓഷോ ഏറ്റവും കൂടുതൽ വാച്ച് കളക്ഷൻ ഉള്ള ആളല്ലേ, ഏറ്റവും കൂടുതൽ 99 റോൾസ് റോയ്സ് ഉള്ള ആളല്ലേ, അറിയില്ല?
എത്ര ആളും അറിയത്തില്ലാത്ത കാര്യം നമുക്ക് അറിയില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 5 മിനിറ്റ് ഓഷോ ആരാണെന്നൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് ലാലേട്ടനാണ് എന്നെ ഓഷോനെ പരിചയപ്പെടുത്തുന്നത്. അതാരാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഓഷോനെ പറ്റിയിട്ടും, ഓഷോയ്ക്ക് ആ വാച്ച് ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ പുള്ളിക്ക് അതിനെപ്പറ്റി എല്ലാം കറക്റ്റായിട്ട് അറിയാം. നമുക്ക് ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എല്ലാം പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ടൈം ആൻഡ് മീ എന്ന് പറഞ്ഞിട്ടൊരു നമുക്കൊരു സർവീസ് സെൻ്റർ ഉണ്ട് ബാംഗ്ലൂർ. ഞങ്ങൾ ലക്ഷറി വാച്ചുകളും എല്ലാ വാച്ചുകളും ചെയ്യും. അപ്പോൾ ഇനി ചുമ്മാ പറയുന്ന ഇത്ര അടുത്ത് കിട്ടിയപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും വാച്ചൊക്കെ ലാലേട്ടനൊക്കെ എന്തെങ്കിലുമൊക്കെ വാച്ചുകളൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒക്കെ നമുക്ക് തരാം. അപ്പം പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു AP വാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ കംപ്ലൈൻ്റ് ആയപ്പം ചെന്നൈ കൊടുത്ത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അത് തിരിച്ചു കിട്ടിയത്. 3 മാസം അങ്ങോട്ട് എടുത്തത്. കാരണം അവർ സ്വിറ്റ്സർലാൻഡിലായിരിക്കും എന്തോ അങ്ങനത്തെ ചെയ്തു തോന്നുന്നു. ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ അടുത്ത് 3 ദിവസം കൂടെ നമ്മൾ ലാലേട്ടനെ വായിച്ച് തിരിച്ചു തരൂലേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ നമ്പർ ചോദിച്ചു. നമ്പർ ശരി നമ്പർ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ ലാലേട്ടൻ എൻ്റെ അപ്പം ഞാൻ പറഞ്ഞ ലാലേട്ടൻ നമ്പർ എനിക്ക് എന്നാൽ ഞാനിത് എന്നോ മൈ നമ്പർ ഈസ് വെരി ബാഡ്, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫോൺ തുറന്നിട്ട് എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ജില്ലീഷ് വാച്ച് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ വിളിക്കാവേ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മാനേജറുണ്ട് ബിജീഷിനോട് വരാൻ പറഞ്ഞു. ബിജീഷിൻ്റെ നമ്പർ എനിക്കും എൻ്റെ നമ്പർ ബിജീഷിനും കൊടുത്തു. എന്നെ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇത് എന്താണ് സംഭവം. ഈ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നു. ഞാൻ വിളിച്ചില്ലേ പുള്ളി ആളെ വിളിച്ചാൽ മതി. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു. വാട്സപ്പിൽ ഒന്ന് ഇതാക്കുമ്പോൾ അപ്പോൾ അത് അപ്പം തന്നെ കട്ടായി. അത് ഫോൺ പോയില്ല. ഞാൻ മെസ്സേജ് അയച്ചോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഈ വാച്ച് കൊടുക്കുന്നതിൻ്റെ കുറച്ച് ഫോട്ടോയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അതൊരു അങ്ങനെ. അപ്പോൾ ആ ഓരോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പം ചുമ്മാ ഒരു ഫോട്ടോ എടുക്കലല്ല മോനെ, ആ ലൈറ്റ് എല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. അങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിട്ടാണ് എടുപ്പിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഓക്കെ പറയണം. ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ ഓക്കെ ശരി ഓക്കെ. നമുക്കിപ്പോൾ ആ ഫോട്ടോ എടുത്തിനകത്ത് ലാലേട്ടൻ ഈ ഫോട്ടോ അത്ര ശരിയായിട്ട് ഒന്നും കൂടി എടുക്കും മോനെ അങ്ങനെ പറയും. അങ്ങനെ ആ ഫോട്ടോ എല്ലാം കറക്റ്റായി ഞാൻ ഉറപ്പ് വരുത്തിയപ്പം അങ്ങനെ. അപ്പം എന്നോട് പറഞ്ഞു താങ്ക് യു സോ മച്ച്, എനിക്ക് വേണ്ടി ഒരു വാച്ചൊക്കെ ഉണ്ടാക്കി ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ താങ്ക്സ് ലാലേട്ടൻ അങ്ങനെയൊന്നും പറയരുത്. എന്നിട്ട് വേഗം നമ്മുടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, അതിലൊരു സംഭവമൊക്കെ എഴുതി ഒരു ചെറിയൊരു ഓട്ടോഗ്രാഫൊക്കെ എഴുതി തന്ന്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിലൊരു മെസ്സേജ്. ഞാൻ ആ ഫോണ് ഈ മെസ്സേജ് ഇങ്ങനെ നോക്കുമ്പം ഹായ് ഐ ആം മോഹൻലാൽ ഹിയർ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ സമയം ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഇറങ്ങാൻ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് റേഞ്ച് വരുമ്പോൾ കിട്ടും. ഞാൻ ലാലേട്ടൻ അത് കിട്ടി ഒരു ഇത് അതാണ് എൻ്റെ നമ്പർ, അത് സേവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. പിന്നീട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്ക് ആ പറഞ്ഞ പോലെ തന്നെ ആ ബൗൺസേഴ്സൊക്കെ ഇവിടെ വരുന്നു. ഞാൻ അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവിടെ എത്തുമ്പോൾ അവിടെ എല്ലാം റെഡിയാണ്. പുള്ളി വരുന്നു. അപ്പം ഇത് കണ്ടിട്ടേ പോകാമെന്ന് പറഞ്ഞപ്പോഴേക്ക് അത് കാണണം. അപ്പം പുറത്തുനിന്ന് ആരോ വന്നു, ആശീർവാദിലെ ഒരാൾ വന്നപ്പോൾ പറഞ്ഞ മോനെ ഇത് ജില്ലീഷ് ബാംഗ്ലൂരിൽ നിന്ന് വന്നു. അപ്പം ആൾ ഫുഡ് കഴിച്ചിട്ട് കൊടുത്തിട്ടേ വിടാവുള്ളൂ. അപ്പോൾ പുള്ളി ഓക്കെ സാറേ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ഷൂട്ടിങ് കാണാൻ വേണ്ടി ഞാൻ കുറേ സമയം നിന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ നടക്കുന്നു. ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളിങ്ങനെ ഒരു പ്രത്യേക വലയത്തിൽപ്പെട്ട പോലെ കുറേ സമയം നടന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയാക്കെന്നുള്ള കണ്ടീഷനിൽ പോകുമ്പോൾ മറ്റേ പുള്ളി പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടേ പോകുള്ളൂ. ഇല്ല അതൊന്നും വേണ്ട എനിക്ക്. ഇല്ലില്ല ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചോന്ന് കുറച്ച് മുന്നേ ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു വെള്ളം എന്തോ കുടിച്ച് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടേ പോകാവുള്ളൂ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ആക്കെ ഒരു വെള്ളം കുടിച്ച് പോയാക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പറഞ്ഞിട്ടേ പോകാവുള്ളൂ. ഞാൻ പറഞ്ഞു അത് അന്നേരം ഞാൻ നോക്കുമ്പം സത്യൻ അന്തിക്കാടും പിന്നെ ലാലു അലസ് അവരൊക്കെ ആയിട്ട് എന്തോ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്ന പുള്ളി അതൊന്നും ഒരു കുഴപ്പമില്ല, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് പോകണം. അപ്പോൾ ഞാൻ മെല്ലെ അടുത്തെത്തി. അപ്പോൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടാ ഞാൻ പോവാം. ഓക്കെ മോനെ. അപ്പോൾ വീണ്ടും ഒരു താങ്ക്സ്. അപ്പോൾ കാണാം കേട്ടോ, ശരി ബാംഗ്ലൂരിൽ വരുമ്പോൾ വിളിക്കണേ, നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് ഒന്നും മനസ്സിലായി. ഞാൻ അപ്പോഴേക്ക് ഓക്കെ ഒരു ഷെയ്ക്കാനെല്ലാം കൊടുത്ത് നേരെ വരുവാണ്. അതാണ് ആദ്യത്തെ എൻ്റെ ഒരു സംഭവം. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 മണിയായി. ഹോട്ടലിൽ നിന്നൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് എന്താണ് സംഭവിച്ചത് സത്യത്തിൽ. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഒരു മെസ്സേജ് ഹാവ് എ ബ്ലെസ്ഡ് ഡേ എന്താണ് എന്തോ ഒരു സംഭവം അങ്ങനെ ഒരു മെസ്സേജ്. ഇതിനൊക്കെ ലാലേട്ടൻ ഇതിനൊക്കെ എന്ത് റിപ്ലൈ ആണ് കൊടുക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഈ മനുഷ്യന് ഞാൻ എന്താ റിപ്ലൈ കൊടുക്കണ്ടേ? ഒരു മനുഷ്യനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു മനുഷ്യനാണ്. പക്ഷേ ആലോചിച്ചു നോക്ക്, എന്നിട്ടും ഓർത്ത് രാത്രിയാകുമ്പോൾ മെസ്സേജ് ഇത്ര തിരക്കുള്ള ഒരു മനുഷ്യൻ. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ഓഷോനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നമ്പറുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് അതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്ക് പുള്ളി ചോദിച്ച കുറച്ച് ഇൻഫർമേഷനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ട് ഞാൻ അതൊക്കെ ഒരു ദിവസം ഫോർവേഡ് ചെയ്തു. ചില വാച്ചുകളെ പറ്റിയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ അപ്പോൾ റിപ്ലൈ ആയിരിക്കും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് റിപ്ലൈ വരും എന്തെങ്കിലും ഒരു ഓക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പം
ഈ ഒരു വാച്ചിനെ പറ്റിയൊക്കെ അന്വേഷിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചപ്പം കുറച്ച് ലോങ് മെസ്സേജ് ആയിരുന്നു അത്. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ആ മെസ്സേജിന് റിപ്ലൈ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു പണിയായത് ഇച്ചിരി വലിയ മെസ്സേജുമാണ്, ആൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും. ആകെപ്പാടെ ടെൻഷൻ. കാണുകയും ചെയ്തിട്ടുണ്ട്. ആൾ കണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിയത്തൂല്ല സത്യം. എൻ്റെ ഇതിനകത്ത് അത് ഇതാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കത് കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 2 മണിക്കൊക്കെ ഞാനിങ്ങനെ എഴുതിയിട്ട് ഇവിടെ എന്തെങ്കിലും റിപ്ലൈ വന്നു. ഒരു റിപ്ലൈ ഇല്ല. ആകെ രാവിലെ ഒരു മൂഡ് ഓഫ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അന്നേരം ഒരു 9:30 കൂടെ ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഹലോ വെൻ ക്യാൻ ഐ കോൾ ചെയ്യുന്നുണ്ടൊരു മെസ്സേജ്, ലാലേട്ടൻ. അപ്പം ഞാൻ വിളിച്ചു വൈഫിനെയൊക്കെ മേടി ഇത് സത്യത്തിൽ ഇതെന്താണ്, ഇത് ലാലേട്ടൻ തന്നെ ആണോ, വെൻ ക്യാൻ ഐ കോൾ ചെയ്യുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ ലാലേട്ട യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അതിനും റിപ്ലൈ ഒന്നുമില്ല. അപ്പം ഞാൻ വെച്ച് ഇനി ഓഫീസിൽ പോകുന്ന സമയത്ത് അങ്ങനെ വിളിച്ചെങ്കിലും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു റിപ്ലൈ അയച്ചു, ലാലേട്ട യു ക്യാൻ കോൾ മീ അറ്റ് 10:30. അപ്പം ഞാൻ ഓഫീസിലുണ്ടാവുമല്ലോ ആ സമയത്ത്. ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പം ഓഫീസിൽ അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ വല്ല ഗൂഗിൾ മാപ്പ് ഇട്ട് പൊക്കോളാൻ. ഞാൻ ചന്ത ഈ ഒരു കണ്ടീഷനിൽ പോയാൽ വേറെ എവിടെയെങ്കിലും പോകുന്നു. ശരിയാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ച ഒരു മനുഷ്യൻ്റെ അവസ്ഥ. നേരെ ഓഫീസിലെത്തി. അപ്പം ഞാൻ നമ്മുടെ പയ്യനോട് പറഞ്ഞു എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും പൊളിച്ചു മാറ്റുമെന്ന്. ആ പയ്യനോട് പറഞ്ഞു നീ അറ്റൻഡ് ചെയ്ത കസ്റ്റമേഴ്സൊക്കെ വന്നാൽ അപ്പം എനിക്ക് വേറെ കോള് വരാനുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഒരു 10 ആയപ്പം 10 കഴിഞ്ഞൊരു 10:45 ലാലേട്ടൻ വിളിക്കുവാണ്. ആ വിളിച്ച ഉടനെ ഹലോ ഞാൻ മോഹൻലാലാണ് സംസാരിക്കുന്നത്. ഞാൻ ലാലേട്ടൻ എനിക്കറിയാം, ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആ ഒരു രീതിയാണ് അങ്ങനെ സംസാരിച്ചിട്ട്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ആ ഇൻഫർമേഷനൊക്കെ തന്നതിനകത്ത് വളരെ താങ്ക്സ്. പിന്നെ എന്നിട്ട് എന്നോട് ചോദിച്ചു ജിലീഷ് എപ്പോഴാണ് നാട്ടിലേക്ക് വരിക എന്ന് ചോദിച്ചു. അപ്പം വീണ്ടും എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു കൊച്ചിയിൽ വരേണ്ടത്. അപ്പം ഞാൻ ഓൾറെഡി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ലാലേട്ടൻ ഞാൻ ഈ ഒരു സമയത്ത് 18 ഒരു 19 വരുന്നുണ്ട്, നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ 18-ാം തീയതി എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, ശബരിമലയ്ക്ക് പോകണം. അപ്പം 19-ാം തീയതി ഫ്രീ ആണോ? ഞാൻ 19-ാം തീയതി ഫ്രീ ആണ്. അങ്ങനെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ആളുടെ വീട്ടിൽ പോയി 19-ാം തീയതി. അതിനിടയിൽ കുറേ സംഭവമുണ്ട്. അത് അങ്ങനെ വീട്ടിൽ പോയി തന്നെയല്ല, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു 4 മണിയായപ്പോൾ റെഡിയായി നിന്നോളാൻ പറഞ്ഞു. ആളുടെ വണ്ടി ഒരു ഡ്രൈവർ അവിടെ വന്നു. ഞാൻ അവിടെ ജസ്റ്റ് കയറിയിരുന്നേ ഉള്ളൂ. നേരെ വീട്ടിലെത്തി. അങ്ങനെ അവിടെ കുറേ കാര്യങ്ങൾ വാച്ചുകളെല്ലാം കാണിച്ച് അങ്ങനെ ഞാനൊരു കുറേ വാച്ചുകളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സമയം സംസാരിച്ച്. അപ്പം ആൾക്ക് ഇങ്ങോട്ട് ബോംബെക്ക് പോകേണ്ടൊരു സംഭവമുണ്ട്. അവിടെ ഈ പ്രൊമോഷൻ എമ്പുരാൻ്റെ പ്രൊമോഷനൊക്കെ ഉള്ള സമയം. അപ്പോൾ ഞാൻ ഈ കുറേ വാച്ചുകൾ, പ്രശ്നങ്ങളുള്ള വാച്ചുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അതങ്ങനെ ഒരു 15 വാച്ച് എടുത്തുകൊണ്ട് വന്നു. ആ വാച്ചുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മളത് അങ്ങനെ തിരിച്ചിവിടെ വന്നു. അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാനത് തിരിച്ചു കൊടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. കൊടുക്കാന്ന് വെച്ചാൽ ആൾ എപ്പോഴും ബിസിയാണല്ലോ അവിടെ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എനിക്കൊന്നൊരു ഒരാഴ്ച മുമ്പേ, 1-2 ഒരാഴ്ച മുമ്പ് ഒരു തിങ്കളാഴ്ച ഒരു 1:30 ആയപ്പം ഒരു ഒറ്റ വിളിയാണ്, ഒരു കോള് വരുവാ, ലാലേട്ടൻ. അപ്പോൾ സാധാരണ വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വിളിക്കുന്നത്. ഇത് നേരെ വിളിക്കുന്നു. അപ്പം തന്നെ എനിക്കൊരു പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ജിലീഷ്, ഹൗ ആർ യു? ചെന്നാഗിരിയാ? എപ്പിടി ഇരിക്കു? നല്ല இருக்குங்களா? സുഖമാണോ? 4 ഭാഷയിൽ ഒരേ കാര്യം ചോദിച്ച ഏക വ്യക്തി ലാലേട്ടനാണ്. അത്രയും എനിക്ക് ചിരി വന്നുപോയി. അന്നേരം വേറൊരു കാര്യത്തിൽ ഒരു വാച്ചിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പം അതൊക്കെ പറഞ്ഞ്, അപ്പം ഞാൻ പറഞ്ഞു ലാലേട്ട വാച്ചുകളൊക്കെ കുറേ റെഡിയാണ്, ഞാനത് കൊണ്ടുവരാം കേട്ടോ. അന്നേരം പറഞ്ഞു ഞാനിങ്ങനെ ദുബായി പോകുന്നുണ്ട്, അപ്പോൾ ഇന്ന ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവും, അപ്പോൾ എപ്പോഴെങ്കിലും വരാം. അങ്ങനെയാണ് ഇന്നലെ ഇവിടെ വരുന്നത്. വാച്ചുകളൊക്കെ കൊണ്ടു കൊടുത്ത് ആള് ഹാപ്പിയായിരുന്നു, നമ്മളത് കൊണ്ടു കൊടുത്തു. അതാണ് സംഭവം. എവിടെ നിന്ന് തുടങ്ങിയ കഥയെ നോക്ക്. അതെ അതെ, ഇത്രയും സംഭവങ്ങൾ ശരിക്കും ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത പോലും കാര്യങ്ങളല്ലേ, പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ. ആ ഒരു മനുഷ്യന്റെ ഒരു നമ്മൾ കണ്ടുപിടിക്കേണ്ട എത്രയൊക്കെ കാര്യങ്ങളാണ്. റെയർ ആയിട്ടുള്ള വാച്ച് കളക്ഷൻ ഉണ്ടോ പുള്ളിക്ക്? പഴയ വാച്ചുകളും പുതിയ വാച്ചുകളും, അതായത് HMD വാച്ചുകൾ തൊട്ടുള്ള വാച്ചുകളൊക്കെ ഉണ്ട്. കുറേ വാച്ചുണ്ട്. പുള്ളി വാച്ച് ഭയങ്കര ലവറാണ്, ഇഷ്ടപ്പെടുന്ന വാച്ചുകൾ, നല്ല വാച്ചുകളുണ്ട്. അങ്ങനെ കുറേ വാച്ചുകളുണ്ട്. ഉണ്ട്. നമ്മൾ പെരുമാറിയേക്കുന്ന നമ്മുടെ മുമ്പിൽ വന്നേക്കുന്ന വാച്ചുകളിൽ ഏറ്റവും വില കൂടിയ വാച്ച് ഏതായിരുന്നു? ഏറ്റവും വില കൂടിയ വാച്ച് എന്ന് പറയുകയാണെങ്കിൽ ഒരു റോബിസ്, റോജർ ഡൂബിസ് അങ്ങനെ എന്തോ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെ ഒന്നല്ല, വേറൊരു സംഭവമാണ്. ആ ഒരു വാച്ചിൻ്റെ അടുത്ത് അതൊരു വലിയ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അതൊരു 5 മിനിറ്റ് ഫാസ്റ്റ് പോകുന്നു, പിന്നെ അതിൻ്റെ ഒരു സ്ട്രാപ്പിനൊരു പ്രശ്നം. അങ്ങനെയായിട്ട് വന്ന വാച്ചാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഏറ്റവും വലിയ വാച്ച്. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു വാച്ച് വരികയാണ്, അതിൻ്റെ വലിയ വാച്ച് ചെറിയ വാച്ച് എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ ഉണ്ടാവാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ്
ഇപ്പം അത് എങ്ങനെ റെഡിയാക്കാമെന്നുള്ള വലിയ വാച്ചുകൾ നമ്മുടെ ഇഷ്ടംപോലെ വാച്ചുകൾ ലക്ഷറി വാച്ചുകൾ വരുന്നതാണല്ലോ. പക്ഷേ ഈ ഒരു വാച്ച് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3,20,00,000 3,20,00,000 അതിൻ്റെ ഒരു വില വരുന്നത്. അത് അത്രയും വിലയുള്ള വാച്ച് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് വന്നായിട്ട് എനിക്കറിയില്ല. ഞാൻ ഒരു പക്ഷേ ഇതിലേക്ക് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തില്ലെങ്കിൽ എങ്ങോട്ട് പോകാനായിരുന്നു ആഗ്രഹം? ഒരു പക്ഷേ ഞാൻ നല്ലൊരു ഓട്ടോറിക്ഷ മേടിക്കും. വെള്ളാട് കരുവിഞ്ചാൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഏരിയ ഉണ്ട്, അതിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് അവിടെ ഉണ്ടാവും. അതെ, അന്നത്തെ ഒരു നല്ല പരിപാടിയാണ് പിള്ളേരെ. നമുക്ക് നമ്മുടെ അന്ന് എപ്പോൾ നോക്കിയാലും ഓട്ടോറിക്ഷ ചേട്ടന്മാരല്ലേ പോകുന്നത്. അപ്പം ഞാനൊരു ഓട്ടോറിക്ഷ എടുക്കാം. മാനസികമായിട്ട് താല്പര്യമില്ല, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അതൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. അതിനിടയ്ക്കാണ് ഇങ്ങനെ എന്നെ നേരിട്ട് കണ്ടറിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ ഒരു മേഖലയിലേക്ക് പോകുന്നു. ഈ ഓട്ടോറിക്ഷയുടെ അതിന് പറഞ്ഞപ്പോൾ ഇത്തിരി മുമ്പ് എന്നോട് ഓഷോനെ കുറിച്ച് ചോദിച്ചില്ലേ, ഞാൻ ഇവിടെ കിടന്ന് പതറിയില്ലേ. ഈ പതറിൽ അതായത് എനിക്ക് ഓഷോനെ കുറിച്ച് ഇങ്ങനെ ഓഷോ ബുക്കുകൾ എഴുതണ്ടെന്നും ഓഷോന്റെ ബുക്ക് വായിക്കാൻ പറഞ്ഞത് ഒരു ഓട്ടോ ഓടിക്കുന്ന എൻ്റെ സുഹൃത്തുണ്ട് ഷെയർ എന്ന് പറഞ്ഞത്. ഷെയറാണ് എന്നോട് പറഞ്ഞത്, എടാ നീ ഓഷോന്റെ ബുക്കൊന്നും വായിച്ചിട്ടില്ലേ? ഇല്ല. ഇവിടെ എന്താടാ ഞാൻ ശരി, ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് അന്ന് വായിക്കണം. എനിക്ക് വായിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വായിക്കാനുള്ളൊരു മടിയാണ്. എനിക്ക് കേട്ടോണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടവും. പക്ഷെ നമ്മളുടെ ഒരു അറിവും ചെറുതല്ലോ. ഓരോ നിമിഷം പുതിയ പുതിയ കാര്യങ്ങളല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പിള്ളേർ വരെ പറയുന്നത് കുറെ കാര്യങ്ങളുണ്ട്. നമുക്കത് നമ്മൾ ആരെയും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ തീർച്ചയായിട്ടും എവിടെ നിന്നാണ് നമുക്ക് എന്തെല്ലാം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് ഞാൻ ഇപ്പൊ ആലോചിക്കും, അവൻ അന്ന് പറഞ്ഞപ്പോ അന്ന് തന്നെ ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് പറയുമ്പോ ഓഷല്ലേ ഇന്ന ആളല്ലേ എനിക്ക് പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ പദവില്ലായിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും ചോദിക്കുമ്പോ തന്നെ ഇന്ന ആളുള്ളത്. എന്തൊരു സാധനത്തിന് കോപ്പി ഇറങ്ങുന്ന ഒരു കാലഘട്ടമല്ലേ ഇത്. ഈ പറയുന്ന നമുക്ക് ഇപ്പൊ വില കൂടിയ വാച്ചുകളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം കോപ്പിയും വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇപ്പോ കാര്യമായിട്ട് വാച്ചിനെ കുറിച്ച് അറിയാത്തവര് ഇത്ര പൈസ മുടക്കി ആഗ്രഹം കൊണ്ട് മേടിക്കുകയാണെങ്കിൽ അവര് എങ്ങനെ മനസ്സിലാക്കും? അല്ല, അതിന് കോപ്പി വാച്ച് ഇപ്പൊ നമ്മുടെ അടുത്തൊരു കോപ്പി വാച്ച് വന്നു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് ഒന്നാമത് അതിന്റെ ക്വാളിറ്റി, പിന്നെ അതിന്റെ പ്രൈസ്. ഇപ്പം ഒരു 5,000 രൂപയ്ക്ക് ഒരു റോളക്സ് വാച്ച് ആരെങ്കിലും മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളക്സ് വാച്ചിൻ്റെ ഒരു സ്ട്രാപ്പ് പോലും 5,000 രൂപയ്ക്ക്, അതിൻ്റെ ഒരു പിന്ന് പോലും കിട്ടത്തില്ല, ഒരു ലിങ്ക് പോലും കിട്ടത്തില്ല 5,000 രൂപ. അപ്പോൾ ഒരു വാച്ച് പഴയ വാച്ചാണ്, അയാൾക്ക് ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് പൈസയുടെ ആവശ്യത്തിന് വിറ്റു എന്നൊക്കെ പലരും പറയും. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ കഥ കുറേ കേൾക്കുന്നുണ്ട്. റോളക്സ് വാച്ച് എങ്ങനെ നമുക്കൊരു 5,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അത് ഏത് വാച്ചാണെങ്കിലും. അല്ലെ പിന്നെ അതുപോലെ എനിക്കറിയില്ല, സ്വാഭാവികമായിട്ടൊരു വാച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അടുത്തൊക്കെ വരുന്ന വാച്ചുകൾ ഒറിജിനലിനെ വെല്ലുന്ന കോപ്പി വരാറുണ്ട്. എനിക്കൊന്നും ആ കേസിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒറിജിനൽ കേസിൻ്റെ അതേ ആ ഒരു സംഭവത്തിൽ തന്നെയാണ് ആ കേസിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു 904L എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെറ്റീരിയലാണ് ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ യൂസ് ചെയ്യുന്നത്. കൂടുതലും വലിയ വാച്ചുകളൊക്കെ അതാണ്. അങ്ങനത്തെ മെറ്റീരിയലൊക്കെ വരുന്ന കേസുകളുണ്ട്. നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. ആ വാച്ചുകൾ അഴിച്ചു കഴിയുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ആ മൂവ്മെൻറ്റ് മിഷനൊക്കെ കാണുമ്പോൾ പിന്നെ അതിൻ്റെ ആ ഹാൻഡ്സിൻ്റെ ഒരു ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുവന്നിട്ട് വില കുറച്ച് കൊടുക്കാൻ പറ്റത്തില്ല ഈ കോപ്പി ഉണ്ടാക്കുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും. അപ്പോൾ അവർ കൂടുതലും ചെയ്യുന്ന അതിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ഉള്ളിലത്തെ മിഷൻ, ആ മെക്കാനിസം ഒരു ചൈന സാധനം കയറ്റും. എന്നിട്ട് ആ കേസൊക്കെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാക്കിയിട്ടാണ് ഈ കോപ്പി വാച്ചുകളൊക്കെ വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കോപ്പി വാച്ചുകൾ നമ്മളിപ്പം എത്ര വില കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും ഈ കോപ്പി വാച്ചുകൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇച്ചിരി വില കുറഞ്ഞ ഒരു ബ്രാൻഡഡ് വാച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഒരു സംഭവം ഉണ്ടാകും. കാരണം കോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു നമ്മുടെ കയ്യിൽ കിടക്കുന്ന കോപ്പി വാച്ച് ആണെന്നുള്ള ഒരു പേഴ്സണൽ ഒരു കോൺഫിഡൻഷ്യൽ ഇതുണ്ടല്ലോ, അതെന്താ പറയുക, ഒരു കോൺഫിഡൻസ് ആ ലെവലിലൊരു അതുകൊണ്ട് അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നമ്മൾ നല്ലത്. ഈ റോളക്സ് വാച്ച് അല്ലേ നമുക്ക് ഡയറക്റ്റ് കയ്യിലേക്ക് തരുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു തരുന്നില്ലേ, അതിന്റെ ടാഗൊക്കെ കട്ട് ചെയ്തിട്ട് അവർ തരുകയെന്ന്. സ്മഗ്ലിങ്ങിന് യൂസ് ചെയ്യുന്ന, അതായത് കൊണ്ടുവന്നിട്ട് മറിച്ച് വെക്കുന്ന ഒരു പരിപാടി. അതെ അതെ, ചില റോളക്സ് വാച്ചിൻ്റെ ചില സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു ടാഗ് അതിനകത്തുള്ള ചില ഒരു ബാർകോഡും കാര്യങ്ങളൊക്കെ അവരത് തിരിച്ചെടുക്കും. ആ തിരിച്ചെടുത്തിട്ട് പുതിയ വാച്ച് റോളക്സ് വാച്ച് മേടിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കണ്ടതാണ്. അതിൻ്റെ എന്തോ ഒരു കോഡോ എംബ്ലോ എന്തോ ഒരു സാധനം അവരെടുത്തിട്ട് അവരുടെ ആ ബിൽ കോപ്പിയിൽ ആ സാധനം അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ, കാരണം അത് അവർക്ക് എന്തോ കമ്പനിക്ക് എന്തോ സബ്മിറ്റ് ചെയ്യണമെന്നോ അങ്ങനെ എന്തോ. സ്മഗ്ലിങ് അത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അത് അതിനോട് നമ്മൾ പോകാണ്ടിരിക്കുന്ന നല്ലത്. അതൊരു വേറെ മാർക്കറ്റ് തന്നെയാണ്. പുറത്തുനിന്നുള്ള വലിയ ലക്ഷറി വാച്ചുകൾ ഇവിടെ കൊണ്ട് വിൽക്കുന്നതൊക്കെ ഒരു മാർക്കറ്റും. അത് അവിടെ മാത്രം കിട്ടുള്ളൂ, ഇവിടെ അതിന്റെ ഷോറൂമിലും അല്ല, ഷോറൂമിൽ കിട്ടത്തില്ല. ഷോറൂം ഇപ്പൊ നമ്മളിപ്പോ ഒരു റോളക്സ് വാച്ച് മേടിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ കൊച്ചിയിലോ മറ്റെവിടെയെങ്കിലും ഷോറൂമിൽ ഇപ്പൊ നിങ്ങൾക്ക് വാച്ച് മേടിക്കാൻ പറ്റില്ല. കാരണം ഒന്ന് ഇപ്പം നിങ്ങളുടെ പ്രൊഫൈൽ നോക്കും, എത്ര റോളക്സ് വാച്ച് നിങ്ങളുടെ കയ്യിലുണ്ട്, അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ അവർ നോക്കുന്നുണ്ട്.
പിന്നെ എന്താണ്, ഇപ്പോൾ നമ്മൾ ഫുൾ പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മളൊരു 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും. നമ്മുടെ പേരും ഒക്കെ എഴുതിയിട്ട് 3 വർഷം കഴിയുമ്പോൾ വിളിക്കാമെന്ന് പറയും ഈ വാച്ച് മേടിക്കണം എന്നുണ്ടെങ്കിൽ. കാരണം അത്രയ്ക്ക് ഡിമാൻഡാണ്. ആ വാച്ച് അന്നേരേ വരുള്ളൂ. അന്നേരം വരുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം, ഒരു 3 വർഷം കഴിയുമ്പോൾ കാണാമെന്ന്. അതൊക്കെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഒരു റോളക്സ് ഷോറൂമിലും പോയിട്ട് ഒരു വാച്ച് പൈസ കൊടുത്ത് മേടിക്കാം എന്ന് ഇപ്പം നമ്മൾ വിചാരിച്ചു കിട്ടിയിട്ടൊന്നും അത് മേടിക്കാൻ നടക്കില്ല. ഇതൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹൈ പ്രൊഫൈലുള്ള ആൾ ആയിരിക്കണം. നമുക്ക് കുറേ ബൈയിങ് ഹിസ്റ്ററി ഒക്കെ നോക്കും. നമ്മൾ ഇതാരാണ്, നിങ്ങൾ MD ആണോ, പിന്നെ ഡയറക്ടർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വാച്ചിന്, ആ ഒരു കണ്ടീഷൻ. പക്ഷെ അതൊക്കെ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ കയ്യിൽ കിടക്കുന്ന വാച്ച് ഏതാണ്? ഇത് ഒമേഗാസ് വാച്ച് എന്ന് പറഞ്ഞിട്ടൊരു വാച്ചാണ്. ഇത് ഇച്ചിരി ഒരു ഫേമസ് ആണ്. ഒമേഗാസ് വാച്ചും കൂടെ ഒരു ഇതാക്കിയിട്ടുള്ള ഒരു വാച്ചാണിത്. അതിന്റെ ക്വാളിറ്റി, അതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഇതിന്റെ ക്വാളിറ്റിയെ പറ്റി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമ്മൾ ആ ബ്രാൻഡിനെ ഇതാക്കാൻ പാടില്ല. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, ഒരു വാച്ച് ബ്രാൻഡ് ആയിരുന്നു ഈ ഒമേഗാസ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ. അപ്പോൾ എല്ലാവരും സെലിബ്രിറ്റീസും ബാക്കി എല്ലാവരും ഇതിന്റെ പുറകെ, കിട്ടാനില്ല വാച്ച്. അപ്പോൾ ഞാനിത് കെട്ടി മേടിച്ചാൽ ഇത് എന്താണെന്ന് അറിയണത് ഈ സംഭവം. പക്ഷെ ഇതൊരു സാധാരണ കേസും ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് മൂവ്മെൻ്റ് ആണ് ഇതിനകത്ത്. ഇത് റിപ്പയറബിൾ അല്ല. ഇതിനൊരു ബാറ്ററി പോയി കഴിഞ്ഞാൽ ബാറ്ററി മാറ്റാം. ബാറ്ററി മാറ്റിയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇത് നമുക്ക് എടുത്ത് ഏതെങ്കിലും ഷോ കേസിൽ വെക്കാം, ഇങ്ങനെ ഒരു വാച്ച് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെയാണ് ഇതിനെ പറ്റി ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ എൻ്റെ മുമ്പിൽ കിട്ടിയാൽ, എനിക്ക് ആ വാച്ച് ഒന്ന് കിട്ടിയാൽ എനിക്കൊന്ന് നോക്കണം, പഠിക്കണം എന്ന് തോന്നുന്ന ഏതെങ്കിലും വാച്ച് ഉണ്ട് ഇതുവരെ മുമ്പിൽ വരാത്ത? എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇന്ന വാച്ച് കിട്ടണം, അത് ഏത് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്. അതിൽ നോക്കാമല്ലോ. ഓക്കെ, ഒരൊറ്റ കാര്യം, ഇതിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറയണ്ട, എന്നാലും ചോദിക്കാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ എന്താ പറയുക, ഭയങ്കര എല്ലാവർക്കും കംഫർട്ടായിട്ട് തോന്നുന്നതും നമുക്ക് എന്തുണ്ടെങ്കിലും റിപ്പയർ ചെയ്ത് ധൈര്യത്തോടെ റിപ്പയർ ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ബ്രാൻഡ് ഏതാണ്? അല്ല, അങ്ങനെ പല ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് എന്നല്ല. ഇപ്പോൾ അത് വാച്ച് ലവേഴ്സിന് ഒന്ന് കേൾക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ലതാണ്. നമ്മൾ വാച്ച് ലവേഴ്സ് എന്ന് പറഞ്ഞാൽ HMD വാച്ച് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ചെറിയ വാച്ച്, പഴയ HMD പൈലറ്റ്, HMD സോണ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പരന്നിരിക്കുക, അതായത് ഡൂമായിട്ടുള്ള വാച്ച്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അതുപോലെ സിറ്റിസൺ, സീക്കോ, ഇതൊക്കെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മളൊരു ടിസോ ഇതിലോട്ട് വരുമ്പോൾ അത് ലക്ഷറി വാച്ചിൻ്റെ ഒരു തുടക്കമാണ് ടിസോ ഒക്കെ. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു 35-40,000. പിന്നെ സ്വിസ് ബ്രാൻഡ് എന്നുള്ള സംഭവത്തിലോട്ട് വരും. ഈ സിറ്റിസൺ, സീക്കോ, കാഷ്യോ എന്നൊക്കെ പറയുന്നത് ജപ്പാൻ ബ്രാൻഡാണ്. അപ്പം ജപ്പാൻ ബ്രാൻഡിൽ നിന്ന് മാറി നമ്മളൊരു സ്വിസ് ബ്രാൻഡിലോട്ട് വരുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ലക്ഷറി ആയില്ലേ. പിന്നെ ഒമേഗ, ടാഗൂർ, അങ്ങോട്ട് വരുമ്പോൾ ഇത് കുറച്ചും കൂടെ വില കൂടിയ വാച്ചുകളോട്ട് വരും. ഈ വാച്ചുകളെല്ലാം ബേസിക്കലി നല്ല വാച്ചുകളാണ്. ഇതൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു വാച്ചുകൾ. പിന്നെ ഇപ്പം ഈ മൈക്രോ ബ്രാൻഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ വാച്ചുകൾ വരുന്നുണ്ടല്ലോ. ഇപ്പം DWC, അങ്ങനെ കുറേ വാച്ചുകളുണ്ട്, പല ബ്രാൻഡുകളുണ്ട്. അതൊക്കെ എന്താ പറയുക, ഒന്നും പറയാണ്ടിരിക്കുന്നല്ലോ, അതൊക്കെ വാച്ചുകളാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാച്ചുകൾ എന്ന് പറയാം. അതായത് ഇപ്പം നമുക്ക് എൻ്റെ അടുത്തൊരു 10,000 രൂപയുള്ളൂ, എനിക്ക് ഓട്ടോമാറ്റിക് വാച്ച് വേണം. അപ്പം നമുക്ക് ഇങ്ങനത്തെ വാച്ചുകൾ മേടിക്കാൻ പറ്റുള്ളൂ. പലർക്കും പല ലക്ഷറി വാച്ച് ഭയങ്കര വില കൊടുത്ത് മേടിച്ചിട്ട് പലരും പറയുന്നൊരു കാര്യമുണ്ട്, വാച്ച് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അയ്യോ ഇത് ഇവിടുത്തെ സ്ഥലങ്ങളിലൊന്നും കൊടുക്കാൻ പറ്റില്ല, കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മെഷീൻ ഉരുമാറ്റും. ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള കുറേ ആളുകളുടെ ഇടയിലേക്ക് വന്നേക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പണ്ട് പറയില്ലേ, ദുബായിൽ നിന്ന് കൊടുന്നേക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡാണ്, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ മാറ്റി വെക്കുന്നത്, ഇങ്ങനെ നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർ പറയും. ഈ ഒരു കാര്യമായിട്ട് എന്താ പറയാനുള്ളത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അതങ്ങനെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നതെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ സപ്പോസ് ഈ ഒരു വാച്ച് ഇതിപ്പോൾ അഴിക്കാൻ പറ്റില്ല, ഇതിപ്പോൾ അഴിക്കാൻ പറ്റുന്ന വാച്ചാന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഞാനൊരു സാധനം എടുത്ത് മാറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് എടുത്ത് മാറ്റി. അപ്പോൾ അതിന് പകരം ഞാൻ ഇതുപോലെ ഒരു മൂവ്മെൻറ്റ് വെക്കേണ്ട ഇതിനകത്ത്, ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എല്ലാം വർക്ക് ചെയ്യുമോ? വർക്ക് ചെയ്യില്ല. ഇതിനകത്ത് പല ക്രോണോഗ്രാഫ് അത് ഇതൊക്കെ ഉണ്ടല്ലോ. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് അതിനകത്ത് വെക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഇവൻ അതേപോലത്തെ മൂവ്മെൻറ്റ് കുറേ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഒരു വാച്ച് ഒരാളെടുത്ത് അങ്ങനെ ചെയ്തില്ല. പിന്നെ ഈ വാച്ച് എടുത്ത് മാറ്റിയിട്ട് ഇവന് ഇതേ കൂട്ടൊരു വാച്ച് വന്നാലും ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്രത്തോളം കാലം അത് വേസ്റ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ സ്പെയർ പാർട്സ് കിട്ടാത്ത ഏതെങ്കിലും വാച്ച് നമ്മുടെ അടുത്ത് കുറേ വർഷങ്ങളായിട്ട് കിടക്കും, മറ്റൊരു വാച്ച് വരുന്നു, അതിൻ്റെ സ്പെയർ പാർട്സ് ഇതിന് ഫിറ്റ് ചെയ്യുമ്പോൾ ആ വാച്ച് എന്ത് ചെയ്യും? അത് നമുക്ക് അങ്ങനെ പേഴ്സണലി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് മറ്റൊരു കസ്റ്റമറുടെ വാച്ചിൻ്റെ ഒരു സാധനം എടുത്ത് നമ്മുടെ പെൻഡിങ് വാച്ച് ഇടാൻ അങ്ങനെ എനിക്ക് പറ്റില്ല. എല്ലാവർക്കും എനിക്കറിയില്ല, അങ്ങനെ ചെയ്യില്ല ആരും. ഇതുപോലെ ഇപ്പോൾ വാച്ചുകളൊക്കെ റിപ്പയർ ചെയ്തതിന് ഓരോരോ സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ ലാലേട്ടനൊക്കെ ഒരുപാട് വാച്ചുകൾ ഇപ്പോൾ ചെയ്തില്ലേ? ഇപ്പം ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഥകൾ ആ വാച്ചിൽ നിന്ന് വല്ലതും ഉണ്ടോ? ആ വാച്ചിൽ നിന്നുള്ള ഒരു കഥയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വാച്ചുകൾ കളക്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ ഒരു വാച്ച് കളക്ട് ചെയ്യാൻ സമയത്ത്
ആൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു വാച്ചാണെന്ന് പറഞ്ഞു. അപ്പം ആ വാച്ചിൻ്റെ ബ്രാൻഡ് ക്വിൻറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു വാച്ചാണ്, സ്വിസ് ബ്രാൻഡ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ബ്രാൻഡ് കേൾക്കുന്നത്. ആ വാച്ച് ആൾക്ക് അതിനോട് ഭയങ്കര താല്പര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ വാച്ച് പെട്ടെന്ന് തന്നെ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂർ വന്നപ്പം ആ വാച്ച് കൊണ്ട് കൊടുക്കുകയും ചെയ്തു ആൾക്ക്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ആ ബാംഗ്ലൂർ പ്രൊമോഷനൊക്കെ ആ വാച്ചായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അപ്പം അതൊരു കഥ, അതവിടെ നിൽക്കട്ടെ. അതിൽ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ വാച്ച് നമ്മൾ ഇതിൻ്റെ പണിയെടുക്കുന്നതിന് മുമ്പ് ഈ അത് കുറച്ച് പോളിഷിങ്ങും പരിപാടിയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മേക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. കാരണം നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത് ആ വീഡിയോ ഒക്കെ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു വിലയൊക്കെ അറിയണമെന്നൊരു മാനസികമായിട്ടൊരു താല്പര്യം, അല്ല ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ സംഭവമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ വെബ്സൈറ്റിൽ കയറി നോക്കി. വെബ്സൈറ്റിൽ കയറി നോക്കി കഴിയുമ്പം ഒരു സ്വിസ് കമ്പനിയാണിത്. അപ്പോൾ അതിലൊരു ഫോൺ നമ്പർ, ഒരു വാട്സപ്പ് നമ്പർ, നമ്മളവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്സപ്പ് നമ്പറിലോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഈ വാച്ച് അയച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ വിലയൊക്കെ എത്രയാണെന്ന് ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അതിനൊരു എമൗണ്ട് പറയും, ഇതാണ് ഇതിൻ്റെ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവരെന്നോട് ചോദ്യം, നിങ്ങൾക്ക് ഫ്രം വേർ യു ബോട്ട് ദിസ് വാച്ച്, വേർ യു പർച്ചേസ് ദിസ് വാച്ച് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പർച്ചേസ് ചെയ്ത വാച്ചല്ല, നമ്മളൊരു കസ്റ്റമർ ഒരു ഇതിനു വേണ്ടി തന്നു, നമ്മളത് റെഡി ആക്കിയിട്ട് ഇങ്ങനെ ആയതാണ്. അപ്പോൾ അവർ കൺഗ്രാജുലേഷൻ. അപ്പം അവർ ഇങ്ങനെ റിപ്ലൈ മെസ്സേജ് അയക്കുകയാണ്. അപ്പം വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐ എം എ വാച്ച് മേക്കർ, നമുക്കൊരു ടൈം ആൻഡ് മീ എന്ന് പറഞ്ഞിട്ടൊരു വാച്ച് സർവീസ് സെൻറ്റർ ഉണ്ട് ഇന്ത്യയിൽ, ബാംഗ്ലൂരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് പുള്ളി ഭയങ്കരമായിട്ട് ടുമോറോ മോർണിംഗ് അല്ലെങ്കിൽ ഒരു ടൈം സ്വിസ്റ്റ് അവരുടെ ഒരു ടൈം പറഞ്ഞിട്ട് അവർ ടീം വിൽ കോൺടാക്ട് ചെയ്യുന്നു. ശരി, ഓക്കെ, അവിടുന്ന് റിപ്ലൈ വന്നു. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് നമ്മുടെ ഒരു മണി സമയം കണ്ടാണ് ഇന്ത്യൻ ടൈം. അവരുടെ ഒരു 8 ആ ഒരു സംതിങ് ടൈം ഇവർ ഒരു കോള് വരുവാണ് ഈ സ്വിസ് നമ്പറിൽ നിന്ന്. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ കൺഗ്രാജുലേഷൻ ജോസഫ്, അവരങ്ങനെ ജിലീഷ് ജോസഫ് എന്നാണ് അവർ പറയുന്നത്. സംസാരിച്ച് അപ്പം അവർ പറയുകയാണ്, നിങ്ങൾ ആ ഒരു വാച്ച് നിങ്ങൾ തന്നെ ഉണ്ടാക്കി ആ വീഡിയോ എല്ലാം കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വാച്ചുകൾ ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഈ ക്വിൻറ്റിൻ്റെ വാച്ച് മേടിക്കാറുണ്ട്, പക്ഷെ നമുക്കൊരു പ്രോപ്പർ സർവീസ് ഇല്ല ഇന്ത്യയിൽ. ഇത് അവരുടെ സ്റ്റാഫാണ് ഓടിക്കുന്നത്. അതല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഇത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹം ഈ കമ്പനിയുടെ CEO ആണ്. ഇത് ഈ വിളിച്ചതോ ക്വിൻറ്റിൻ എന്ന് പറഞ്ഞ വാച്ചിൻ്റെ കമ്പനിയുടെ CEO ആണ് നമ്മളെ ഡയറക്റ്റ് വിളിക്കുന്നത്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര സംഭവം. എന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇന്ത്യയിൽ സർവീസ് സെൻ്റർ ഒന്നുമില്ല, അപ്പം ഞങ്ങളുടെ ഓതറൈസ് സർവീസ് സെൻ്റർ ആയിട്ട് ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഓക്കെ ആണോ എന്ന്. നമ്മൾ അതിന് മറുപടി എന്താ പറയുക? ഞാൻ അപ്പോഴും നമ്മുടെ HR ടീമിൻ്റെ ഒരു മെയിൽ അയക്കാൻ പറഞ്ഞ് അയച്ചു, അവരുടെ മെയിൽ ID അയച്ചിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഈ CEO സൈൻ ചെയ്തൊരു ലെറ്റർ നമുക്ക് തരികയാണ്. അന്ന് വൈകുന്നേരം തന്നെ ഈവനിങ് നമുക്ക് മെയിൽ ഈ ഒരു ലെറ്റർ റിസീവ് ചെയ്തു. ഒരു കമ്പനിയുടെ ഓതറൈസേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കമ്പനിയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ക്വാളിഫിക്കേഷൻ, ഞങ്ങളുടെ സ്റ്റാഫ്, നമ്മുടെ പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു CEO വിളിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് പറയുകയാണ്, ഇതിൻ്റെ ഇന്ത്യയിൽ വേറെ സർവീസ് സെൻ്റർ ഇല്ല, ആ വാച്ച് അതിനും ലാലേട്ടനാണ് താങ്ക്സ്. ഏതൊക്കെ വഴി കൂടിയാ കണക്ഷൻ തന്നെ. ഇതുപോലെ വേറെ ഏതൊക്കെ കമ്പനികളുടെയാണ് നമ്മൾ ഇപ്പം ഇത് പറഞ്ഞ പോലെ ഈ ക്വിൻറ്റിൻ ഉണ്ട്, പിന്നെ വെസ്റ്റ് എൻഡ് ഉണ്ട്, പിന്നെ റെയ്മണ്ട് വീല് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്, പിന്നെ ഫെഡറിക് കോൺസ്റ്റന്റ്, പിന്നെ ആൽപീന, അങ്ങനെ കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ബ്രാൻഡുകളുണ്ട്. അതല്ലാതെ പല വാച്ചുകളും എല്ലാ വാച്ചും നമ്മൾ ചെയ്യാറുണ്ട്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു കൊടുക്കും. ഇതൊരു മാർക്കറ്റിംഗ് അല്ല, നമ്മൾ എന്തായാലും അടിപൊളി. എന്തായാലും ഇതേപോലെ ഇത്രയും നല്ല വാച്ച് മേക്കേഴ്സിൻ്റെ ഇതേപോലത്തെ സേവനം ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, അവരിലേക്കൊക്കെ എത്തട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. മാത്രമല്ല ഈ ഒരു കുറച്ച് സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ്. താങ്ക് യു. ജാങ്കോ സ്പേസിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് തന്നതിനും ഓക്കെ സാർ. ഓക്കെ.